ജയ് ഗുരുദേവ്. കേൾക്കാലോ അല്ലേ? ഓൾ ഗുഡ്. ശ്രദ്ധാത്രേയ വിഭാഗയോഗം ഹിയർ നമ്മൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റൂല്ലേ? ജ്ഞാനം, ദാനം, തപ, ഇതെല്ലാം സ്വാത്വികവും രാജസികവും താമസികവുമായിട്ടുള്ള രീതിയിലുള്ള കാര്യങ്ങളൊക്കെ. അപ്പോ ഒരു കാര്യം ശ്രീമദ് ഭഗവത്ഗീത വളരെ വ്യക്തമാണ്, വളരെ ശ്രദ്ധയോടെ നിങ്ങൾ കേൾക്കേണ്ടത് എന്താന്ന് വെച്ചാൽ, ഇതൊരിക്കലും നമ്മളെ ചുമ്മാതിരിക്കാൻ പ്രാപ്തമാക്കുന്ന ഒരു ജ്ഞാനമല്ല. അങ്ങനെ കേട്ടിട്ടുണ്ടെങ്കിൽ ഓഫ് കോഴ്സ് ചുമ്മാതിരിക്കാനും സ്വസ്ഥമൊക്കെ ആയിട്ട് ഇരിക്കണം എന്നുള്ളത് തന്നെയാണ് വേണ്ടത്. പക്ഷെ അതിനെ കുറച്ച് കാര്യം ആരുരോക്ഷം മുനിർയോഗം കർമ്മകാരണം ഉച്ചത് യോഗരൂഢസ്യ തസ്യേവ ശമക്കാരണം. നമ്മൾ ആദ്യം വല്ലതൊക്കെ ചെയ്യണം. ഓടുന്ന കുട്ടിയോടെ ഓട്ടം നിർത്തൂ വിശ്രമിക്കൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധിക്കുള്ളൂ. ഒന്നും ചെയ്യാതെ ഒരാളോട് അവിടെ ഇരിക്കൂ വിശ്രമിക്കൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതാണ്ട് വീഡിയോ ഓഫാക്കിയ ആളുടെ അവസ്ഥയായിരിക്കും. കാര്യം ഓണാക്കിയ ആള് പിന്നെയും തന്നെ നോക്കിയിരിക്കുന്നത് എനിക്ക് മനസ്സിലാവും. മറ്റുള്ളവരുടെ അവസ്ഥ എന്താണെന്ന് ആർക്കറിയാം. കാര്യം ശരിയല്ല ഞാൻ പറഞ്ഞത്. വല്ലതൊക്കെ ചെയ്യുമ്പോഴേ ഇരിക്കുമ്പോൾ ആ ഒരു റിലാക്സേഷൻ അറിയാൻ വേണ്ടി പറ്റും. യോഗ തസ്യേവ ശമക്കാരണം. ഒന്നും ചെയ്യാൻ നമ്മൾ ഇരിക്കുമ്പോൾ വിൽ ഗെറ്റ് ദാറ്റ് റെസ്റ്റ്ലെസ്നെസ് ആൻഡ് ഓൾ. അപ്പോ വല്ലതുമൊക്കെ ചെയ്യേണ്ട ആ ഒരു സ്ഥലത്തു നിന്നാണ് ഒന്നും ചെയ്യാത്ത ഒരു ആറ്റിറ്റ്യൂഡിലേക്ക് ഇയാൾ രക്ഷപ്പെടാൻ വേണ്ടി പോയത്. ആര്? അർജുനൻ അല്ലേ? ഒന്നും ചെയ്യുന്നില്ല, ഞാൻ കാട്ടിൽ പോവാം സന്യസിക്കാം എന്നൊക്കെ പറഞ്ഞിട്ടിരിക്കുമ്പോ എന്നാ പിന്നെ ശ്രീകൃഷ്ണൻ എല്ലാവരെയും അഭ്യുദയകാംക്ഷയും സ്വസ്ഥതയും ബ്രഹ്മചാരിയും സന്യാസിയും ശാന്തിയും സ്വസ്ഥനും ആനന്ദനും ഒക്കെ ആയിട്ടിരിക്കണം, ആ മാർഗം സന്യാസമാണ് എന്നുള്ള ഭാവത്തിലാണെങ്കിൽ അദ്ദേഹത്തിന് അപ്പൊ തന്നെ അനുവദിക്കാമായിരുന്നില്ലേ? എന്തിനാ പിടിച്ചു നിർത്തിയത്? ഹലോ, കൃഷ്ണന്റെ അത്ര ഇന്റലിജൻസ് ഇല്ലാണ്ടായി പോയോ? അപ്പൊ ആ സമയത്ത് ചെയ്യേണ്ടത് എന്താണ് ആണ് അദ്ദേഹം ചെയ്യാൻ പോകുന്നതും ചെയ്യേണ്ട ഒരു കാര്യത്തെ വിട്ടുകളയാനുമാണ് പോകുന്നത്. അപ്പൊ ആ ഭാവത്തിലാണ് ഈ ഗീത കേൾക്കുന്ന എല്ലാവരുടെയും മനോഭാവം ഉണ്ടാവുക. അത് കഴിഞ്ഞിട്ട് എപ്പോഴാണ് ഈ മോക്ഷ സന്യാസ യോഗം വരുന്നത്? ഫൈനൽ പാർട്ട്, ദെൻ ശ്രദ്ധാത്രേയ വിഭാഗ യോഗം, ആൻഡ് ഫൈനലി ആണ് സന്യാസത്തിന്റെ പരിപൂർണത. ഒരു അധ്യായം കൂടി ബാക്കിയുണ്ട്, ആ സന്യാസത്തിന്റെ പരിപൂർണത. ഇത് വളരെ രസമല്ലേ? അതുകൊണ്ട് തന്നെ ചെയ്യേണ്ട കാര്യം ചെയ്തേ മതിയാവൂ എന്നുള്ളതാണ് ഇതിന്റെ അർത്ഥം. സോ നിങ്ങളുടെ ഇടയ്ക്ക് പലപ്പോഴും ആൾക്കാർക്ക് ഈ ജ്ഞാനത്തിന്റെ ഇടയിൽ എന്തിനാണ് സാറേ സേവ, നമ്മളിത് കേട്ടിട്ട് ഇരുന്നാൽ പോരെ എന്ന് കരുതുമ്പോൾ, ഞാൻ ഇന്നലെ VTP-യിലൊക്കെ പറഞ്ഞത് ആ ഒരു ഭാഗം നിങ്ങൾ ശ്രദ്ധിക്കണം. ആ കാലം കഴിഞ്ഞുപോയി. ചുമ്മാ ഒരു ഫോട്ടോ ഒക്കെ വെച്ച് ഗുരുജിയുടെ ഒരു ചന്ദനത്തിരിയൊക്കെ കത്തിച്ച് പ്രാർത്ഥിച്ചിരുന്ന് കാര്യങ്ങൾ ചെയ്യേണ്ടത് ഈ പാതയിൽ ആദ്യമായിട്ട് ആരെങ്കിലും ഒക്കെ കടന്നു വരുന്ന ഒരാളുടെ ഒരു സ്റ്റേജ് ആണ്. അതൊക്കെ വളരെ എന്താ പറയാ, പ്രിമിലറി സ്റ്റേജ്, എന്താണ് പറയാ, പ്രൈം സ്റ്റേജ്, റൈറ്റ്? ആ ഒരു ഭാവമാണ് അത്. പിന്നെ അവിടുന്ന് അങ്ങോട്ട് നമ്മൾ ഇതിന്റെ ഒരു ഹയർ പ്രോഗ്രാംസും കാര്യങ്ങളും സംഭവങ്ങളൊക്കെ ചെയ്ത് മുന്നോട്ട് പോകുമ്പോൾ വി ഷുഡ് അപ്ഗ്രേഡ് അവർ സെൽഫ്. എന്നാൽ മാത്രമേ ഈ പറഞ്ഞിരിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് നമുക്ക് എത്താൻ വേണ്ടി സാധിക്കുള്ളൂ. അതുകൊണ്ട് കൃഷ്ണൻ പറയാണ്, അത് എവിടെ നിന്നായാലും ചിലപ്പോൾ നിങ്ങൾക്ക് തോന്നും അത് ഏജ്ഡ് ആവട്ടെ ആർക്ക്, നമുക്ക്, അല്ലെങ്കിൽ അങ്ങനെ ഒരു പെർട്ടിക്കുലർ പിലിഗ്രിമേജ് പ്ലേസിൽ പോയിട്ട് നമുക്ക് അതൊക്കെ ചെയ്യാം. ഇവിടെ ഭഗവാൻ പറയാണ് വൃദ്ധോപസേവ. വൃദ്ധോപസേവ എന്ന് ശ്രീമദ് ഭഗവത്ഗീതയിൽ ഉള്ളൊരു വാക്കിനെ പലരും പല രീതിയിലാണ് വ്യാഖ്യാനിച്ചിരിക്കുന്നത്. അവർ വിചാരിക്കുവാണ് വയസ്സായിട്ടുള്ള ആൾക്കാരുടെ ശുശ്രൂഷയും സേവനവും അത് വളരെ നല്ലതാണ്, അതൊക്കെ ചെയ്യണം. അതൊക്കെ എനിവേ നമ്മൾ ആരും പറഞ്ഞിട്ടില്ലെങ്കിൽ നമ്മളത് ചെയ്യും, വൃദ്ധോപസേവ. പക്ഷെ ഇവിടെ എന്താ ഉദ്ദേശിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ പ്രായത്തിൽ, അല്ല നിങ്ങൾക്ക് അങ്ങനെയാണെങ്കിൽ നമ്മുടെ പ്രായത്തിൽ ചെറുപ്പത്തിൽ ആരെങ്കിലും ഒക്കെ സംസാരിക്കുന്നുണ്ടെങ്കിൽ ഇതുപോലത്തെ ജ്ഞാനം, അല്ലെങ്കിൽ എന്താ പറയാ അത്രയും എക്സ്പീരിയൻസ് ഒന്നും ഇല്ല എങ്കിൽ കൂടി ജ്ഞാനം, ആത്മജ്ഞാനം, ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ നമ്മളെ അപ്ലിഫ്റ്റ് ചെയ്യുന്ന ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ അവരുടേത് കേൾക്കുന്ന, അവരെ സേവ ചെയ്യണം എന്നാണ് ഇതിന്റെ അർത്ഥം. ക്ലിയർ ആവുന്നുണ്ട്? ഇറ്റ്സ് കോൾഡ് വൃദ്ധോപസേവ എന്ന് വെച്ചാൽ ഞാനൊക്കെ പറയുന്നത് കേൾക്കണം. ഞാൻ നിങ്ങളൊക്കെ വയസ്സിന് കുറവാണല്ലോ, അതിന്റെ നിങ്ങൾക്ക് ഇത്ര ഷാഠ്യം, നിങ്ങളെക്കാൾ പ്രായം എനിക്കുണ്ടെന്നിൽ അതുകൊണ്ട് ഞാനൊക്കെ പറയുന്നതൊക്കെ കേൾക്കണം. വയസ്സിൽ കുറവാണെന്നോ അല്ലെങ്കിൽ വലിയ എന്തൊക്കെയോ അനുഭവങ്ങൾ ഉണ്ടാവണമെന്നോ ഒന്നുമല്ല. ഇതെല്ലാം ഈശ്വരന്റെ ഒരു നിയോഗത്തിലല്ലേ നമ്മളെല്ലാരും കൂടിയിരിക്കുന്നതും ചെയ്യുന്നതും ഒക്കെ. അപ്പൊ അങ്ങനെയൊക്കെ ആവുമ്പോഴേ മുന്നോട്ടുള്ള ഒരു ഗതി ഉണ്ടാവുന്നൊക്കെയാണ്. അപ്പൊ അതൊക്കെ മനസ്സിലാക്കിയിട്ട് വേണം ഇന്നത്തെ ഒരു ശ്രദ്ധാത്രേയ വിഭാഗ യോഗത്തിന്റെ കൺക്ലൂഡിങ് കേൾക്കാൻ വേണ്ടി. റെഡിയാണോ? പിന്നെ നിങ്ങളും അതെ, നിങ്ങളും ചില ഈ കാര്യങ്ങൾ നിങ്ങളുടെ ചുറ്റുമോ പ്രായമുള്ളവർക്കൊക്കെ പങ്കുവെക്കുമ്പോഴൊക്കെ നിങ്ങൾ കൃഷ്ണനെയാണ് പങ്കുവെക്കുന്നത് നിങ്ങളിലൂടെ. അങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി നിങ്ങൾക്ക് വേണ്ടേ എന്ന് ആലോചിച്ച് നോക്കൂ. അത് ഒരു അവസരമല്ലേ, ഒരു അനുഗ്രഹമല്ലേ? അതൊക്കെ കൊണ്ടാണ് ഇതിന്റെ ഭാഗമൊക്കെ ആവണം എന്നൊക്കെ പറഞ്ഞിരിക്കുന്നത്, എന്തെങ്കിലുമൊക്കെ ചെയ്തുകൊണ്ട്.
സോ വിൽ ലിസൺ ദിസ്. അപ്പൊ എങ്ങനെ ചെയ്യണം എന്നുള്ളത് വളരെ രസമായിട്ട് നമുക്ക് കേൾക്കാം. കൃഷ്ണ സേസ് ദാതവ്യന്നതി യഥാനം ദീയത്തെ ദീയതേ അനുപകാരിണേ ദേശേ കാലേ ച പാത്രേ ച ധനം സ്വാത്വികം സ്മൃതം. ശ്ലോക ഞാൻ ലാസ്റ്റ് ഇത് ചെയ്തിട്ടുണ്ടായിരുന്നു. കർത്തവ്യ ബോധത്തോടെയും പ്രതിഫലേച്ഛ കൂടാതെയും ഉചിതമായ സ്ഥലത്ത് വെച്ച് വേണ്ടുന്ന കാലത്ത് അർഹിക്കുന്ന രീതിയിലൊക്കെ കാര്യങ്ങൾ ചെയ്യുന്നതാണ് സ്വാത്വികമായിട്ടുള്ള ഒരു ദാനം. അപ്പൊ നമ്മള് ഓക്കെ ചെയ്യുവാണ് എന്ന് കരുതിയിട്ട് അത് അർഹ്യത ഇല്ലാത്ത രീതിയിലൊക്കെ ആണെങ്കിൽ അതാണ് ഈ ദാനം ആത്മജ്ഞാനം എന്ന് പറയും ശിവസൂത്ര. അപ്പം ഇത് ഏതൊരാൾക്ക് ഏത് സമയത്തും അർഹിക്കപ്പെടുന്ന ഒരു വിഹിത കർമ്മമാണ്. അപ്പം ഇത് ചെയ്യാത്തത് താമസികമായിട്ടുള്ള ഒരു ഗുണവും നിങ്ങളിൽ വന്നു ചേരും എന്നുള്ളതിന്റെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഒരു മീനിങ്. ക്ലിയർ ആണ് ഞാൻ പറഞ്ഞിരിക്കുന്നത്. അത് അറിയാത്തൊരു സാധകനാണ്, ചെയ്യാത്ത ഒരാളാണെങ്കിലും ഒക്കെ കുഴപ്പമില്ല, സാധാരണ ഒരു ആളാണെന്ന് കരുതാം. പക്ഷെ ഇതിൽ വന്നിട്ട് ഇത് പങ്കുവെക്കാൻ ബാധ്യസ്ഥരായിട്ട് നമ്മൾ അത് ചെയ്യുമ്പോൾ താമസികമായിട്ടുള്ള രീതിയിലേക്ക് പോകും. താമസികമായിട്ടുള്ള ഒരു ദാനം എന്താന്നൊക്കെ ഇവിടെ പറയും. അറിയുന്ന ഒരാൾ ചെയ്യാത്തതും എഫക്ട് ചെയ്യും. ആൻഡ് രാജസികമായിട്ടുള്ള കാര്യങ്ങൾ ഇവിടെ സംസാരിക്കുന്നുണ്ട്. ക്ലിയർ? വെരി ഗുഡ്. Then he says, Yatut pratyupakarartham phalam uddeshu va punaha diyate cha പരിക്ലിഷ്ടം തദ്ധാനം രാജസം സ്മൃതം. ഏതെങ്കിലും ഫലം ഉദ്ദേശിച്ചുകൊണ്ടോ, ഇവിടെ ഇരിക്കുമ്പോൾ തന്നെ നിങ്ങളുടെ രാജസികമായിട്ടുള്ള ഭാവമാണോ എന്ന് മനസ്സിലാക്കാം. വല്ലതും ഇത് അപ്പൊ പറയും സാർ ഈ സംസാരിക്കുന്നതൊക്കെ ആൾക്കാരെയൊക്കെ ഈ അത് വളരെ ഏറ്റവും സ്വാത്വികമാണെന്ന് നോക്കിയാൽ ശരിയല്ലേ? ഇതാണോ സാറേ സ്വാത്വികം? ഒന്ന് ആലോചിച്ച് നോക്കി. നമ്മളെയും ഇതുപോലെയൊക്കെ ആൾക്കാരൊക്കെ കൊണ്ടുവന്നതിന് ശേഷമാണ് ആ ഗുരുവും ക്രിയയും ജ്ഞാനവും ഒക്കെ നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടി. അതാണ് സർവേഷാം ഏവദാനാനാം ബ്രഹ്മദാനം വിശിഷ്യസ് എന്ന് കൃഷ്ണൻ പറഞ്ഞിരിക്കുന്നത്. ഏതൊരു ജ്ഞാനത്തെക്കാളും ദാനത്തെക്കാളും ആത്മജ്ഞാനം ഒരാൾ ഉണ്ടാക്കുന്നതാണ് അർജുന ഏറ്റവും സുപ്രീം ആയിട്ടുള്ളത്. അപ്പൊ ആ സുപ്രീം ആയിട്ടുള്ള സ്വാത്വികമായിട്ടുള്ള ഒരു സേവനം നമുക്ക് മനസ്സിലായി. ദെൻ രാജസികമായിട്ടുള്ള ഒരു കർമ്മം എങ്ങനെയാണെന്ന് വെച്ചാൽ എന്തെങ്കിലും ഫലം ഉദ്ദേശിച്ചുകൊണ്ട്. ആ ഫലം ഉദ്ദേശിക്കുമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എപ്പോഴും മെറ്റീരിയൽ ഭൗതികമായിട്ടുള്ള തലത്തിലായിരിക്കുമല്ലോ. ആൻഡ് പ്രത്യുപകാരം നമ്മൾ പലപ്പോഴും എങ്ങനെയാണല്ലേ, ഈ ഒരു വാക്ക് ഹൃദയത്തിൽ നിന്ന് അണ്ടർലൈൻ ചെയ്തോളൂ. മിക്ക സ്നേഹവും നമ്മുടെ എങ്ങനെയുള്ളൊരു സ്നേഹമാണെന്നറിയാം. അല്ലെങ്കിൽ മിക്ക വ്യവഹാര വ്യാപാരങ്ങളൊക്കെ നമ്മുടെ രാജസികമായിട്ടുള്ള ഇടപാടുകളാണ് നമ്മുടേത്. ഒരു പറയും ബിസിനസ് ടൈപ്പ് ഓഫ് ഇടപാടുകൾ. ബിസിനസ് എങ്ങനെയാ ചെയ്യുക? ബിസിനസ് ആൾക്കാർ ആരെങ്കിലും ദാനം ചെയ്യുന്ന പോലെ ചെയ്യുമോ? എന്നാ പിന്നെ എപ്പോ ഇത് പൂട്ടിന്ന് ചോദിച്ചാൽ മതി, ശരിയല്ലേ? എത്ര വലിയ സ്വാത്വികമായിട്ട് ഒരാളായാലും അതാണ് ഗുരുജി പറയും, ബിസിനസ് ഒക്കെ ചെയ്യുമ്പോൾ ഒരിക്കലും ഹൃദയത്തോട് ചെയ്യരുത്. എത്ര സ്വാത്വികനായിട്ട് ഒരാളായാലും ശരി, ബിസിനസ് നമ്മൾ കുറച്ചു കൊടുത്തിട്ട് നമുക്ക് എന്ത് വേണം? കൂടുതൽ വേണം. സത്യം പറഞ്ഞാൽ നിങ്ങളുടെ പ്രാർത്ഥനയും ദാനമൊക്കെ അങ്ങനെയല്ല. കൃഷ്ണ ഞാൻ ഇത് ചെയ്യാം, പക്ഷെ എനിക്ക് പറയാതെ ഇനി നിങ്ങൾ പറഞ്ഞിട്ടില്ല എങ്കിലും നിങ്ങളുടെ മനസ്സിൽ അങ്ങനെ എന്തെങ്കിലും ചെയ്തിട്ട് വല്ലതും കിട്ടണം എന്നുള്ളൊരു ഭാവത്തിൽ നിങ്ങൾ ചെയ്യുന്നതാണെങ്കിൽ ഭഗവാൻ പറയാണ് അതൊരു ഇറ്റ് ഈസ് നോട്ട് എ പ്രൈം സ്റ്റപ്പിൽ നിൽക്കുന്ന ഒരു ദാനമല്ല. പ്രത്യുപകാരം പ്രതീക്ഷിച്ചു ഞങ്ങളുടെ മനസ്സിലൊരു കൊടുക്കണോ വേണ്ടയോ ഇങ്ങനെയൊക്കെ ചില ആൾക്കാർ ചെയ്യുമല്ലേ. മിണ്ടാതെ ഇയാൾ പറഞ്ഞത് കൊണ്ട് ആർക്ക് വേണ്ടി? അപ്പൊ നമ്മൾ പറഞ്ഞിട്ടില്ലെങ്കിലോ പരിപാടിയില്ല. ഒന്ന് ആലോചിച്ച് നോക്കിയേ, ആ ഭാവമായിട്ടില്ല. നമ്മൾ ഈ കേട്ടിരിക്കുന്ന ഡിവോഷൻ ഇൻ ആക്ഷൻ, ലവ് ഇൻ ആക്ഷൻ, നോളജ് ഇൻ ആക്ഷൻ, ദാറ്റ് ഈസ് ഓൾ ദിസ് ഗിവിങ്, ദാനം, സേവനം. ഓക്കെ, ഒരു ബിഗിനിങ് സ്റ്റേജിൽ ഒരു കുട്ടിയോട് മോനെ അത് കൊടുക്കട എന്നുള്ളതൊക്കെ ശരി, സമ്മതിച്ചു. പക്ഷെ അത് വളരുന്നതിനനുസരിച്ചിട്ട് അത് കൊടുക്കാത്ത ഭാവം വരുന്നുണ്ടെങ്കിലോ? വൺസ് വിശാലാക്ഷി മണ്ഡപത്തിൽ ഗുരുദേവ് ഏർലിയർ ടൈം, ഇന്നലെ കുറെ നാളിന് ശേഷമാണ് ഗുരുജി വിശാലാക്ഷി മണ്ഡപത്തിൽ ഒരു സത്സംഗ് നടക്കുമ്പോ ഒരു കൊച്ചുകുട്ടി ഗുരുജി അടുത്തേക്ക് പോയി. അപ്പൊ ഗുരുജി അവളുടെ കയ്യില് ചോക്ലേറ്റ് കൊടുത്തു. അപ്പൊ അവൾ ആ ചോക്ലേറ്റ് എന്താ ചെയ്തതെന്ന് അറിയില്ല, വീണ്ടും വന്നിട്ട് ഗുരുജി അടുത്ത് കൈ നീട്ടി. അപ്പൊ ഗുരുജി വീണ്ടും കൊടുത്തു. അപ്പൊ ഒരു 2-3 ടൈം ആയപ്പോ ഗുരുജിയുടെ സെക്രട്ടറി ഗുരു അടുത്ത് പോയിട്ട് പറയാണ്, കാര്യം ഇതൊരു സത്സംഗിന്റെ ഇടയിൽ ഡിസ്റ്റർബൻസ് പോലെ ആവണ്ടല്ലോ എന്ന് കരുതിയിട്ട് അദ്ദേഹം പറഞ്ഞു, ഗുരുജി അത് അവൾ എല്ലാവർക്കും പോയിട്ട് ഇങ്ങനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുവാണ്. അപ്പൊ ഗുരുജി മൈക്കിൽ ഉടനെ പറഞ്ഞൊരു കാര്യമുണ്ട്, ഇത് മറക്കരുത്, ഇതാണ് സ്വാത്വികമായിട്ടുള്ള ഒരു ദാനം എന്ന് വേണമെങ്കിൽ കൂട്ടിക്കോ. ഗുരുജി പറയാണ്, ഐ നോ ദാറ്റ് ജബ് തക് വോ ബാട്ടേഗാ മേ ദേതാ ഹി രഹൂംഗാ. എത്ര വരെ അവളത് പങ്കുവെക്കുന്ന അത്ര വരെ ഞാൻ അവൾക്കത് കൊടുക്കും. ഇതിന് വേറൊരു അർത്ഥമുണ്ട് കേട്ട. എന്ന് ഞാൻ കൊടുക്കുന്ന സാധനം അവള് പൊളിച്ചിട്ട് അവള് കഴിക്കുന്നു, അന്ന് ഞാൻ കൊടുക്കുന്നത് നിർത്തും. കാര്യം ഞാൻ കൊടുക്കുന്നത് അവക്കല്ലേ, കഴിച്ചല്ലോ മതി ഇരിക്കും.
ബട്ട് ഈ ദ പേഴ്സൺ ഇസ് ഗിവിങ്, അതെന്തു ആവാൻ കേട്ട, ഇഫ് യു ആർ ഗിവർ ഓഫ് ഹാപ്പിനെസ്, നോട്ട് ജസ്റ്റ് ചോക്ലേറ്റ്. ഈ ഗുരുവിന്റെ ഇമാതിരി സംഭവങ്ങളൊക്കെ ഒരു കലക്കൻ കാര്യങ്ങളാണ്, ശരിയല്ലേ? തോന്നില്ലേ? തോന്നുന്നുണ്ടോ? അത് ഒരു രസമല്ലേ അത്? നമ്മൾ ഇത് ചെയ്യുന്നുള്ള ഒരു തോന്നലോ അല്ലെ നമുക്ക് വേണ്ടിയിട്ടെന്നുള്ളതോ ഒന്നുമല്ല. അതാണ് ആ ചെയ്യുന്നത് നമ്മളിവിടെ ആനന്ദം കണ്ടെത്തണം, രസമായിട്ട് തോന്നുന്നു. ദെൻ ഇറ്റ് കംസ് ടു ദാറ്റ്. നിങ്ങൾ തന്നെ ആലോചിക്കും ഏത് ടൈപ്പ് ഓഫ് ദാനമാണ്. ഇസ് ദാറ്റ് ക്ലിയർ? സോ ആ ഭാവത്തെ സ്വാത്വികമായിട്ടുള്ളതും അങ്ങനെയുള്ള കാര്യങ്ങളെയാണ് വേദ നിർദ്ദിഷ്ടം എന്നൊക്കെയാണ് സംസാരിക്കുന്നത് ഭഗവാൻ ഇവിടെ. അത് ടൈപ്പ് ഓഫ് ലവ് എല്ലാം ഒരു ഡിമാൻഡ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ഒരു സംഭവം കൂടിയാവുന്നു. നിങ്ങളുടെ ഡിമാൻഡ് എങ്ങനെ നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിക്കോളൂ. ഇപ്പൊ തന്നെ നിങ്ങളുടെ മൂടുപടങ്ങളെല്ലാം പൊളി. ഞാൻ കൂടുതൽ പറഞ്ഞ് വിഷമിപ്പിക്കണം. നിങ്ങളുടെ എല്ലാ സ്നേഹവും ഒരു ഉപാധിയിൽ ബേസ്ഡ് ആണ്, ആയിട്ടല്ലേ? അല്ലാതെ ഹൃദയം കൊണ്ടാണോ എന്നുള്ളത് നിങ്ങൾ ഇപ്പൊ ചിന്തിക്കുമ്പോൾ, ഞാൻ പറയുമ്പോ എനിക്ക് അയാളെ ഇഷ്ടമാണ്, കാര്യം അയാളുടെ നല്ല സ്വഭാവമാണ്. പിന്നെ വേറെന്താ? നിങ്ങളുടെ എന്തിനും ഇങ്ങനെ ഒരു കാരണം ഉണ്ടാവും. റീസൺ ബേസ്ഡ് ആണ് നിങ്ങളുടെ ലവ്. അവിടെ പോയാൽ അവിടെ നല്ല പെരുമാറ്റമാണ്. ക്ലിയർ ആവുന്നുണ്ടോ? പിന്നെ ഇതാണ്, അവരെ കണ്ടില്ല, അവരാ യൂസ് ചെയ്യുന്നതൊക്കെ നല്ല വണ്ടികളും കാര്യങ്ങളും ഒക്കെയാണ്. അപ്പൊ എന്തെങ്കിലും ഒരു റീസൺ ഹുക്ക് ചെയ്തിട്ടായിരിക്കും നിങ്ങളുടെ സ്നേഹം അല്ലെ നിങ്ങളുടെ കണക്ഷൻ, നിങ്ങളുടെ ബന്ധം അവരിൽ ഉണ്ടാവുക. ആം ഐ റൈറ്റ്? ഈ ഹുക്കിംഗ് എന്ന് നിങ്ങൾ ഈ കണ്ടീഷൻ ബേസ്ഡ് ആയിട്ടുള്ള ഒരു സാധനത്തില് ഒരു ടേംസ് ആൻഡ് കണ്ടീഷൻസ് വരുന്നോ, അന്ന് നിങ്ങളുടെ ബന്ധം പോകാൻ തുടങ്ങും. ബിക്കോസ് ദാറ്റ് വാസ് രാജസിക്. ഇസ് ദാറ്റ് ക്ലിയർ ടു യു? ഇനി ആൾക്കാരുടെ ധാരണ എന്താണ്? ഇതും കൂടി ശ്രദ്ധിച്ച് കേട്ടോളൂ. നിങ്ങളുടെ ഈ ആറ്റിറ്റ്യൂഡ് ഗുരുവിന്റെ മേലെയും കൃഷ്ണന്റെ മേലെയും ഒക്കെ ഇങ്ങനെയാണ്. അവരെ നോക്കി, എന്നെ നോക്കിയില്ല, ആശ്രമത്തിൽ പോയി, റൂം കിട്ടിയില്ല. നീ പോയത് റൂമിനാണ്, പൈപ്പ് തുറന്നു, ചൂടുവെള്ളം വന്നില്ല. കമോൺ, നവരാത്രി ലക്ഷക്കണക്കിന് ആൾക്കാരുള്ളതിന്റെ ഇടയിൽ രവിശങ്കർജി എന്നെ കണ്ടില്ല, കൂട്ടിപ്പോയില്ല. പിന്നെ അവിടെ എത്താൻ പറ്റിയത് പോലും ഒരു വലിയൊരു പുണ്യമാണ്. കണ്ടില്ല? നിങ്ങളുടെ മൈൻഡ് ഒരു കണ്ടീഷൻ ടേംസ് വെക്കുന്ന കണ്ടില്ലേ? എന്ന് ഇത് വെച്ചിട്ട് അതാണ് ബയാസ്ഡ് ആവുക. നമ്മൾ പോലും അറിയില്ല. കാര്യം അതാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത്, നമ്മൾ ഈ കൊണ്ടുവന്നിരിക്കുന്ന നമ്മുടെ വ്യാവഹാരിക തലത്തിലെ ബന്ധങ്ങളും കാര്യങ്ങളല്ലേ നമ്മള് ഭക്തിയിലും സേവയിലും ഒക്കെ ഇടുള്ളൂ. ഇതാണ് ഈ ശ്രദ്ധാത്രയ വിഭാഗം. ഇറ്റ് ഈസ് ഇൻട്രസ്റ്റിംഗ്, റൈറ്റ്? സോ എവിടെയാണോ ഇങ്ങനെയുള്ള ഒരു ഉപാധികൾ വെക്കുന്നത്, അത് തിരിച്ചറിയണം. നല്ല സ്വഭാവമായതുകൊണ്ട്, കാണാൻ ഭംഗിയുള്ളതുകൊണ്ട്, കാശുള്ളത് കൊണ്ട്, കൊണ്ട് 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 ബാക്കി ഫില്ലിംഗ് ദ ബ്ലാങ്ക്സ് മാൻ. ഞാൻ പറയണ്ടല്ലോ കൂടുതൽ. തിരിച്ചറിയും. ഒരു ഉപാധിയും ഇല്ലാതെ, അതാണ്, ഒരു കണ്ടീഷനും ഇല്ലാതെ, ഒരു ഉപാധിയും ഇല്ലാതെ നിങ്ങൾ എങ്ങനെയാണോ അങ്ങനെ, അല്ലെ ആൾക്കാർ എങ്ങനെയാണോ അങ്ങനെ. അതാണ് സ്വാത്വികമായിട്ടുള്ള ഒരു സ്നേഹം, ഭാവം. ഞാൻ അതിശയിച്ചു പോയ ഒരാളാണ് കേട്ടോ ശ്രീ ശ്രീ രവിശങ്കർ. അവിടെ ഒരു കണ്ടീഷനും ഇല്ല. അവിടെ ഒരു സീനിയർ ജൂനിയർ അല്ലെങ്കിൽ ഒരു ഉപാധി ഇല്ല. അൺകണ്ടീഷണൽ മീൻസ് ദാറ്റ്. കണ്ടീഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറിയാമല്ലോ, ഒരു ബൗണ്ടഡ് ആണ്. അൺകണ്ടീഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ബൗണ്ട്ലെസ്, നോ കണ്ടീഷൻ. ഇങ്ങനെയുള്ള ആളെ ഇനി ഭൂമിയിൽ കാണുമെന്നുള്ളതൊക്കെ ശ്രദ്ധിച്ച് നോക്കിക്കോ ഫോട്ടോയിലൊക്കെ. അതുകൊണ്ടാണ് ഒരു നല്ലൊരു മാലയൊക്കെ കൊള്ളാല്ലേ? അൺകണ്ടീഷണൽ, അൺബൗണ്ടഡ്. ആൻഡ് അത് ഈവൻ ഓൾ ദ പ്രവാചകന്മാർ പറഞ്ഞിരിക്കുന്നത് എന്താണ്? ദാറ്റ് ഈസ് ദ ഫോം ഓഫ് ലവ്. അല്ലാണ്ട് അവരൊരിക്കലും അങ്ങനെ പറഞ്ഞവരോടുള്ള ആദരവ് കൊണ്ട് പിന്നെ അതൊരു റിലീജിയനും കസ്റ്റമോ അങ്ങനെയൊക്കെ ആയി മാറി എന്നല്ലാതെ അവരെല്ലാം പറഞ്ഞിരിക്കുന്നത് ഈശ്വരൻ ഈശ്വരീയം എന്ന് വെച്ചാൽ അൺകണ്ടീഷണൽ ലവ് ആണ്. അങ്ങനെ സ്നേഹത്തിന്റെ മൂർത്തിമത് ഭാവമാണ് ശ്രീ ശ്രീ രവിശങ്കർജി. എന്തെങ്കിലും വല്ല സംശയമുണ്ടോ അതിൽ? നിങ്ങളാരും അദ്ദേഹം ദ്രോഹിക്കാനൊന്നും വന്നിട്ടില്ലല്ലോ, സന്തോഷവും ശാന്തിയും തരാനല്ലാതെ. നിങ്ങളുടെ ഈ ഒരു കണ്ടീഷൻ വെച്ചതുകൊണ്ട് നിങ്ങൾ പ്രയാസപ്പെടുന്നു, വേറെന്താ ചെയ്യാം? സോ ഇതൊക്കെ തിരിച്ചറിയൂ. സോ ഇതൊക്കെയാണ് വേദ നിർദ്ദിഷ്ടമായിട്ടുള്ള ദാനം, ഭാവം എന്നൊക്കെയാണ് ഈ സംസാരിക്കുന്നതിന്റെ താല്പര്യം. സോ അതേഴ്സ് ടൈപ്പ് ഇസ് ഓൾ സച്ച് ബിസിനസ് ആൻഡ് രാജസിക്. ഇനി ഇതെല്ലാം ഇങ്ങനെയാണെങ്കിൽ താമസിക്കേണ്ടാവും എന്നുള്ളതാണ് ഞാൻ ആലോചിക്കുന്നത്. അത് കേൾക്കണ്ടേ? ഏതായാലും കേക്ക് ഇറങ്ങിയില്ലേ? അദേശകാലേ യഥാനം ആപേത്രഭിഷ്ട ദീയത്തെ അസ്കൃതം വജ്ഞതാം തത് താമസ മുദാഹൃതം. ഉചിതമല്ലാത്ത കാലത്തും അവിശുദ്ധമായ സ്ഥലത്തും അനർഹരായവർക്കും
നൽകപ്പെടുന്ന ദാനവും ആദരവും ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം താമസികം. ഇനി അത് മാത്രമല്ല, ആദരം കൂടാതെ അവജ്ഞയോട് ഇപ്പൊ നമുക്ക് കൊടുക്കണമെന്നുണ്ടോ, എന്നാൽ നമ്മൾ പോട്ടെ എന്നുള്ള രീതിയിൽ നമ്മൾ ഒരു അവജ്ഞയോട് കൂടി വല്ലതൊക്കെ ചെയ്യുന്നതെല്ലാം ഈ താമസിക ഗണത്തിൽ പെടുന്നത് എന്നുള്ളതൊക്കെയാണ് സംസാരിക്കുന്നത്. ദാനാർഹമായിട്ടുള്ള ഒരാൾ, അയാൾ അർഹനായിരിക്കാം, പക്ഷെ നിങ്ങൾ കൊടുക്കുന്ന അല്ല നിങ്ങൾ ചെയ്യുന്ന ആറ്റിറ്റ്യൂഡ് വളരെ കുറ്റം പറഞ്ഞുകൊണ്ടും, മനസ്സിലാവുന്നുണ്ടോ, അമ്മാതിരി ഒരു രീതിയിലൊക്കെ നശിച്ചു, ഇങ്ങനെയൊക്കെ ആൾക്കാർ ചെയ്യും. കൊടുക്കണല്ലോ അങ്ങനെയൊക്കെയുള്ള ഭാവത്തിലൊക്കെ കൊടുക്കുന്നതെല്ലാം അശ്രദ്ധമായ അവഗണനയോടെ നൽകുന്ന ദാനം, ഭാവം, ഇറ്റ്സ് ഓൾ താമസം. കണ്ടില്ലേ നിങ്ങൾ ഈ ഇതിനൊക്കെ ഉദാഹരണം, ഈ വെള്ളപ്പൊക്കം സംഭവങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ ആൾക്കാര് കൊടുക്കും. എങ്ങനെയാ കൊടുക്കുക? നിങ്ങളുടെ വീട്ടിലുള്ള പഴയ ഡ്രസ്സ്, അല്ലെ, നിങ്ങൾക്ക് ഉപകാരപ്പെടാത്ത കാര്യങ്ങൾ, ഇതെല്ലാം നമ്മൾ ആൾക്കാർക്ക് കൊടുക്കുക ഇങ്ങനെ ഈ രീതിയിൽ. അപ്പം ആ രീതിയിലുള്ള ഭാവവും ഗിവിങ്ങും ഇറ്റ്സ് ഓൾ കണക്റ്റഡ് ടു എന്തൊന്നും മിണ്ടാതെ പേടിക്കണ്ടായിട്ടാ. ഞാൻ പിന്നെ ശ്രീകൃഷ്ണൻ പറഞ്ഞു കഴിഞ്ഞപ്പോൾ നമുക്ക് ഒന്ന് സൂചിപ്പിക്കാലോ ഇതെല്ലാം. ആരാണ് ഒരു വീട്ടു ജോലിക്കാരി ആയാലും അവരുടെ ഏത് ജോലിയാണ് ഇവിടെ, അവരെന്ത് രസമായിട്ട് ക്ലീൻ ചെയ്യും, എന്തൊക്കെ ചെയ്യും. അപ്പം നമ്മൾ വല്ലതൊക്കെ അവർക്ക് കൊടുക്കുന്നത് ഒരു ഔദാര്യം എന്നല്ല, അത് അർഹമായിട്ടുള്ളതാണ്. അവർക്ക് നമ്മൾ ഈ പഴയതും സംഭവങ്ങൾ, ആരാണ് ഒരു പുതിയൊരു വസ്ത്രം ആഗ്രഹിക്കാത്തതൊക്കെ? ചിലപ്പം എല്ലാം ഉള്ളൊരാൾക്ക് മാനസികമായിട്ടോ അല്ലെങ്കിൽ സാമ്പത്തികമായിട്ടൊക്കെ പ്രയാസമൊക്കെ ആയിരിക്കാം. അയാൾക്ക് വല്ല ഒരു ഒരു ഗിവിങ് മൈൻഡ് വളരെ ഭാവത്തോടെ കൊടുക്കുമ്പോൾ ദാറ്റ് ഈസ് ഓൾസോ, അല്ലെങ്കിൽ അർഹമായിട്ടുള്ള ഒരാളെ എല്ലാം ഉണ്ട് മതി എന്നുള്ളൊരു ഭാവത്തിൽ നമ്മൾ ഇഗ്നോർ ചെയ്യുന്നത് പോലും താമസികമാണെന്നാണ് ഭഗവാൻ പറയുന്നത്. ഇറ്റ് ഡസൻ മീൻ ദാറ്റ് അർഹമായിട്ടുള്ള ഒരാൾക്ക് അനർഹമായ രീതിയിൽ നിങ്ങൾ കൊടുക്കുന്നത് മാത്രമല്ല താമസികം. മനസ്സിലാവുന്നുണ്ടോ? നമ്മുടെ കണ്ണിൽ അർഹരായിട്ടുള്ള ഒരാൾ അനർഹനാണെന്ന് തോന്നിയിട്ട് അയാൾക്ക് ചെയ്യാതിരിക്കുന്നതും ഇത് ഭയങ്കരം വൈസ് വേഴ്സയാണ് കേട്ടോ. ദിസ് വിസ്ഡം അതാണ് ഒരു ആംഗിളിൽ മാത്രം കേട്ടപ്പോൾ. അതുകൊണ്ട് ഈ ആചാര്യന്മാരൊക്കെ നിങ്ങൾ കേട്ടോളൂ, അവർ ഒരു ശ്ലോകം കൊണ്ട് അവിടെ ഇരിക്കും, കാര്യം 1 or 2 ശ്ലോകങ്ങൾ, എന്നിട്ട് ഒരു അധ്യായം എടുക്കാൻ വേണ്ടി. എനിക്ക് അതിശയമാണ്, ഞാനൊരു അധ്യായമെല്ലാം അങ്ങ് ഫ്യൂ ഡേയ്സ് കൊണ്ട്, ബട്ട് ഫ്യൂ ഡേയ്സ് അല്ല എന്നാലും നമ്മള് പരമാവധി എത്ര സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടി പറ്റും ആ രീതിയിലൊക്കെ. ഇത് തിരിച്ചറിയുന്നുണ്ടോ ആ ഒരു വ്യത്യാസം? വെരി ഗുഡ്. ഇനി വളരെ ഭാവത്തിലുള്ളൊരു കാര്യം തിരിച്ചറിയൂ. ഓം തത്സത് ദിതി നിർദ്ദേശോ ബ്രാഹ്മണസ്ത്രീ വിധിഹ സ്മൃതം ബ്രാഹ്മണസ്തേന വേദാശ്ച യജ്ഞാശ്ച വിഹിതാം പുരാ. അതിന്റെ ഭാവം സൃഷ്ടിയുടെ ആരംഭം മുതൽക്ക് പരമമായ നിരപേക്ഷിതത്വത്തെ സൂചിപ്പിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന 3 വാക്കുകളാണ് ഓം തത് സത്. ഇതിന്റെ അർത്ഥം ഭയങ്കര രസമാണ് കേട്ടോ. നമ്മളിത് കേട്ടിട്ടുണ്ടല്ലോ, ഓം തത് സത്, ഇങ്ങനെയൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടാവും. പ്രതീകാത്മ, ഇനി ഇതിനെക്കുറിച്ചാണ് ഇതിന്റെ ഒരു ഫൈനലിലേക്ക് കൊണ്ടുപോകുന്നത് ഭഗവാൻ. പ്രതീകാത്മകമായിട്ടുള്ള ഈ വാക്കുകൾ വേദോച്ചാരണത്തിലും യജ്ഞാനുഷ്ഠാനങ്ങളിലും മീൻസ് ആ വിഭാഗക്കാര്, സവർണര് പരമപുരുഷന്റെ തൃപ്തിക്ക് വേണ്ടി ഉരുവിട്ടു പോന്നു. ഇതിനൊരു സിമ്പിൾ ഉദാഹരണം പറയാം. ഈ കഠോപനിഷത്തൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടെങ്കിൽ, സ്പെഷ്യലി ഞാനൊക്കെ എടുക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ഈ 1ഉം 2ഉം ദിവസങ്ങളൊക്കെ നചികേതസിന്റെ അടുക്ക ഭഗവാൻ യമദേവൻ ഒരു വരം കൊടുക്കാൻ നിർബന്ധിതനായിട്ട്, ഓർക്കുന്നുണ്ടല്ലോ ആ കഥയൊക്കെ അല്ലേ? അങ്ങനെ വരം 1, 2 കഴിഞ്ഞിട്ട് 3rd വൺ അൾട്ടിമേറ്റ് ആയിട്ടുള്ള ട്രൂത്ത് റിവീൽ ചെയ്യാനായിരുന്നു. ഫൈനലി അൾട്ടിമേറ്റ് ആയിട്ടുള്ള ആ ഒരു ട്രൂത്ത് റിവീൽ ചെയ്യുമ്പോൾ അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, നചികേത ഐ എം ഗോയിങ് ടു ടെൽ, ഞാൻ ഒന്നൊരു ഷോർട്ടായിട്ട് അത് പറയാം, എന്നാലേ നിങ്ങൾക്ക് ഇനി ഇത് കണക്ട് ചെയ്യുന്നത് തന്നെ മനസ്സിലാക്കുള്ളൂ. ഇതുപോലുള്ള സ്വാത്വികമായിട്ടുള്ള ഒരു ദാനം ചെയ്യുന്നു എന്നുള്ളതായിരുന്നു കഠോപനിഷത്തിലെ നചികേതസിന്റെ ഫാദർ വാചസ്രവസ് വിചാരിച്ചുകൊണ്ടിരുന്നത്. പക്ഷെ അദ്ദേഹം ഈ ഭാവത്തിലൊക്കെ ആയിരുന്നു. രാജസികൻ, താമസികൻ, വല്ലതും വേണം, ഇത് കൊടുക്കുന്നതിലൂടെ ലോകത്തെ ജയിക്കണം, വിശ്വജിത്ത് യജ്ഞം, അതേപോലെ കറവ പറ്റിയ പശുക്കളെയൊക്കെ കൊടുക്കുന്നത് താമസിക ദാനമാണ്. ഇതൊക്കെ പറയുമ്പോഴാണ് ഇപ്പൊ അത് ഞാൻ കണക്ട് ചെയ്യുന്നത്. ഇറ്റ് വാസ് സോ രാജസിക് ആൻഡ് താമസിക്. സോ ഫൈനലി ആ പയ്യൻ മനസ്സിലായി, അച്ഛൻ ഇങ്ങനെയൊന്നും അല്ല ചെയ്യേണ്ടത്, ശരിക്കും ദാനം സ്വാത്വികമായിട്ട് ചെയ്യണം. അതുകൊണ്ട് ആ പയ്യൻ പോയിട്ട് ചോദിച്ചു, അച്ഛാ എന്നെ ആർക്കാ കൊടുക്കാൻ വേണ്ടി പോകുന്നതെന്ന്. അപ്പൊ അച്ഛനാകെ ഡിസ്റ്റർബ്ഡ് ആയി. നമ്മൾ അങ്ങനെയല്ല, നമ്മൾ വലിയ കാര്യം ചെയ്യുമ്പോൾ ആരെങ്കിലും വന്ന്, ആ പയ്യൻ വന്ന് ചോദിച്ചതാണ് യഥാർത്ഥത്തിലുള്ള ഒരു കാര്യം. ഞാനാണ് നിങ്ങൾക്ക് ഇമ്പോർട്ടന്റ്, നിങ്ങൾ എല്ലാത്തിനെയും കൊടുക്കുവാണ്. ആ കൊടുക്കുന്നത് മുഴുവൻ ഇവിടുത്തെ യൂസ്ലെസ് ആയ കാര്യങ്ങളാണ്. ഇറ്റ് ഇസ് റിലേറ്റഡ് ടു രാജസിക് ആൻഡ് താമസിക് ദാനം. അപ്പോഴാണ് പറഞ്ഞത്, നിന്നെ ആ മരണത്തിനവിടെ കൊടുക്കുവാണ്. ആ പയ്യനത് കേട്ട ഉടനെ അവിടെ വീണ് മരിക്കുവാണ്. അങ്ങനെ മരിച്ച്
യമദേവന്റെ അടുത്ത് പോയി യമദേവൻ വെയിറ്റ് ചെയ്ത് ഇവൻ തിരിച്ചു പോവുമായിരിക്കും. പക്ഷെ വളരെ ക്ഷമയോടെ കാത്തിരുന്നു. ഒരു സാധകന് വേണ്ട ഒരു കാര്യമാണ് ക്ഷമ. അങ്ങനെ കാത്തിരുന്നതിൽ പ്ലീസ്ഡ് ആയിട്ട് യമദേവൻ വന്നിട്ട് 3 വരം ചോദിച്ചു. എപ്പോഴെങ്കിലും ഉപനിഷത്ത് എടുക്കുമ്പോൾ ഞാൻ അതൊക്കെ പറയാം. ആദ്യത്തേത് സ്വർഗവും നരകവും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് അറിയണം. പോയി കഴിഞ്ഞാൽ അച്ഛൻ എന്നോടുള്ള പിണക്കം മാറണം. മൂന്നാമത്തേതായിരുന്നു ആൾക്കാർ ഈ ജ്ഞാനം കേൾക്കുന്നു, ഭഗവത്ഗീത കേൾക്കുന്നു, ഭഗവത്ഗീതയിലൂടെ സേവ ചെയ്യുന്നു. ഇതൊക്കെ എന്തിനാണ്? ആത്മീയ പാത, ദിസ് ദാറ്റ്. അതിന്റെ ഉത്തരം എനിക്കറിയണം. ദാറ്റ് ഈസ് ബിയോണ്ട് ഡെത്ത് ആണ്. മരണത്തിനപ്പുറം എന്താണ്? ദ സീക്രട്ട് ഓഫ് ഡെത്ത്. സോ ഇദ്ദേഹം പ്ലീസ്ഡ് ആയിട്ട് 3 വരത്തില് കൊടുക്കാൻ നിർബന്ധിതനായതുകൊണ്ട് ഫസ്റ്റ് വണ്ണും സെക്കൻഡ് വണ്ണും ഒക്കെ ഗ്രാൻഡ് ചെയ്തു. മൂന്നാമത്തത് ഭയങ്കരമായിട്ട് അവനെ ടെസ്റ്റ് ചെയ്തു. നീ ടൈം ആയിട്ടില്ല, അത് തരാം, ഇത് തരാം, പ്രലോഭനം, ദിസ് ദാറ്റ്. ബട്ട് ദ ബോയ് വാസ് സോ അഡമൻ. അതാണ് വൺ സത്യദർശനത്തിന് ഇറങ്ങിക്കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ആര് പിടിച്ചാലും തിരിച്ചിറങ്ങാൻ വേണ്ടി പാടില്ല. ഇതെല്ലാം നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇനി അങ്ങോട്ട് കേൾക്കുമ്പോഴൊക്കെ. കാര്യം ഇന്നിപ്പം കൃഷ്ണൻ കൺക്ലൂഡ് ചെയ്യുന്നത് ആ ഒരു ഭാഗമൊക്കെയാണ്. ഇത് ക്ലിയർ ആണോ നിങ്ങൾക്ക്? നമ്മളത് ചെയ്യും. ഭഗവാന്റെ ഒരു കാര്യമാണ്, ഈശ്വരന്റെ ഒരു കാര്യമാണ്. ബാംഗ്ലൂർ ആശ്രമത്തിൽ DSN ഒക്കെ വരും എന്നൊക്കെ ഉറപ്പിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ അതിനകത്ത് പിന്നെ മാറാൻ പാടില്ല കേട്ടോ എന്നുള്ളതൊക്കെയാണ് ഉദ്ദേശിക്കുന്നത്. ക്ലിയർ? സോ യമദേവൻ വാക്ക് നമ്മളെ പോലെ ഒന്നല്ല, പണ്ട് കാലങ്ങളിൽ വാക്കൊക്കെ പാലിക്കും. സോ ഇദ്ദേഹം പറഞ്ഞിരിക്കുന്ന ഓ നചികേത, ഐ എം ഗോയിങ് ടു റിവീൽ ദാറ്റ് സീക്രട്ട് ഓഫ് ഡെത്ത്. ശ്രദ്ധിച്ച് കേൾക്കണം. ആൻഡ് ദാറ്റ് ഈസ് ഓം. ഓം ഇത്യേ തത്. That's what the sloka here. Om tat sit iti nirdesho brahmanastri vidha smrita. Means that is the ultimate. Om itye tat. That's what Rishi Patanjali said. Om is the signature of yoga. അപ്പോ ഇത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് തോന്നും, ഓ ഈ ഒരു ശബ്ദമാണോ ഓം, ഇതാണോ എല്ലാം? സംഗ്രഹേണ പ്രവിശ്യ എന്ന് പറയും. അതായത് ഉദാഹരണം, നല്ല രസമായിട്ടൊരു ഉദാഹരണം. നിങ്ങളുടെ വീട്ടില് മൺമറഞ്ഞു പോയ ആൾക്കാരൊക്കെ ഉണ്ടാവാം, മുത്തശ്ശനാവാം, അല്ലെ, അങ്ങനെ ആരെങ്കിലും ഒക്കെ ആവാം. അവരുടെ ഫോട്ടോ ഉണ്ട് അവിടെ. അപ്പൊ നിങ്ങളുടെ കൊച്ചുമക്കൾക്ക് നിങ്ങൾ കാണിച്ചു കൊടുക്കുകയാണ്, മോനെ ഇതാണ് കേട്ടാ നിന്റെ മുത്തശ്ശൻ. അപ്പൊ മൈ ക്വസ്റ്റ്യൻ, ആ ഫോട്ടോ ആണ് മുത്തശ്ശൻ. ഫോട്ടോ ഇവിടെ കിടക്കുന്നു, മുത്തശ്ശൻ ഇവിടെ കിടക്കുന്നു. ആൻഡ് വൺ മോർ എക്സാമ്പിൾ. ഒരു മരത്തിന്റെ കൊമ്പിന്റെ ഇടയിലൂടെ നോക്കിക്കഴിഞ്ഞാൽ അപ്പുറം ചന്ദ്രനെ കാണും. അപ്പൊ എവിടെ ചന്ദ്രൻ, എവിടെ ചന്ദ്രൻ ചോദിക്കും. നമ്മൾ ഈ കുട്ടികളെ കാണിച്ചിട്ട് പറയാണ്, എടാ മോനെ നീ ആ മാവ് കണ്ടില്ലേ, മാവിന്റെ ഇടയിലൂടെ നോക്കുമ്പോ കണ്ടോ ഒരു ചന്ദ്രന്, ഐ മീൻ ഒരു പ്രകാശത്തെ. ആ പ്രകാശമുള്ള സ്ഥലമാണ് ചന്ദ്രൻ. മാവിടെ കിടക്കുന്ന ഈ ചന്ദ്രൻ ഇവിടെ കിടക്കുന്നു. പക്ഷെ അതിനെ കാണിക്കാൻ വേണ്ടി കൊണ്ടുപോകുന്ന ആ പ്രയോഗം കണ്ടില്ലേ? ഹ്യൂജ് ഡിഫറൻസ്. അപ്പൊ നിങ്ങൾക്ക് ഇത് കേൾക്കുമ്പോൾ തോന്നും ഓം ഈസ് എവറിത്തിങ്. പക്ഷെ ആ അവിടെ ഇവിടെയൊക്കെ കണ്ടു പരിചയമുള്ള ശബ്ദം, മന്ത്രം, ഇതൊക്കെ കേൾക്കുമ്പോൾ നമ്മൾ അതിനെ ഒരിക്കലും റിലേറ്റ് ചെയ്യില്ല. ഇവിടെ ഗുരുദേവ് പറയാണ്, വൺസ് ഇതെല്ലാം കഴിഞ്ഞിട്ട് നമ്മള് ഈശ്വരനെ കാണുമ്പോൾ നമ്മൾ ആകെ അതിശയപ്പെട്ടു പോകും. അതിശയപ്പെട്ട് എന്താ പറയാന്നറിയാം? ഓ മൈ ഗോഡ്, ഹി വാസ് മൈ നൈബർ എന്ന് വെച്ചാൽ അയൽവക്കത്തെ ആള് എന്നുള്ള ഉദ്ദേശം. അത്ര സിദ്ധവസ്തുവാണ്. ഇന്നിവിടെ നമ്മളുടെ ഒരു മഹാവിഷ്ണു ക്ഷേത്രത്തിൽ ഒരു ഊട്ടുപുരയുടെ ഒക്കെ ഒരു ഉദ്ഘാടനത്തിന് വലിയ ഭക്ഷണവും സദ്യ ഇതൊക്കെ ആയിരുന്നു. അപ്പൊ അവിടെ ഉച്ചക്ക് പോയി ഇങ്ങനെ അവിടെ എഴുതി വെച്ചൊരു കാര്യം ഞാൻ ഓൾറെഡി ക്ലാസ്സിലൊക്കെ പറയുന്നതാണ്. ഈ വിഷ്ണു സഹസ്രനാമത്തിൽ അദ്ദേഹത്തിന്റെ ഒരു പേര് ഞാൻ ഗ്രൂപ്പിൽ ഇട്ടോന്ന് അറിയില്ല. നെയിം സുലഭ. എവിടെയും അവൈലബിൾ ആയിട്ടുള്ള ഒരാളാണ് സുലഭ. ഭഗവാനെ നിങ്ങൾ അന്വേഷിച്ച് കണ്ടുപിടിക്കേണ്ടതൊന്നുമല്ല, ഭഗവാനിലൂടെയാണ് ഈ അന്വേഷിക്കുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കി. ആ വിശ്വാസം വരുമ്പോ നിങ്ങൾക്ക് ചുറ്റും ആ സംരക്ഷണം വരും. അതാണ് നാരായണ കവചം. സോ നൈസ് റൈറ്റ്, ഓൾ ദോസ് തിങ്സ്. ഇതെല്ലാം എന്ത് രസമായിട്ട് അദ്ദേഹം നമുക്ക് വേണ്ടി ഓഫർ ചെയ്തിരിക്കുവാണ്. ബട്ട് വി ആർ ഫാർ അവേ ഫ്രം ദിസ്. നമ്മൾ ഈശ്വരന് നമ്മളോട് ഇഷ്ടമില്ല, പ്രിയമില്ല, അന്വേഷണം ഒരു പരിധിയിലൊക്കെ ഓക്കെ. പക്ഷെ അത് കൂടുതൽ സ്ട്രക്ചർ ചെയ്യുമ്പോ ഭഗവാൻ പറയാണ് ഈ കാര്യങ്ങൾ. സോ ഓം തത് സത്. ഓം ഇസ് എവറിത്തിങ്. നിങ്ങൾ ഒന്നുകൂടി ശാസ്ത്രീയമായി നോക്കുന്നതാണെങ്കിൽ ഇൻഫിനിറ്റിയുടെ സൗണ്ടാണ് ഓം എന്ന് വെച്ച് കഴിഞ്ഞാൽ. ഭൂമി അതിന്റെ അച്ചുതണ്ടിൽ കറങ്ങുമ്പോൾ ഉണ്ടാകുന്ന ശബ്ദം ഓം എന്നാണ്. സൂര്യരശ്മികൾ ഭൂമിയിലേക്ക് വരുമ്പോൾ ഉണ്ടാവുന്ന ഒരു സൗണ്ട് ഓം എന്നാണ് ഇവര് ഇപ്പൊ റിസർച്ച് ചെയ്ത് കണ്ടുപിടിച്ചിരിക്കുന്നത്. ഒരു കടൽ തീരത്ത് ഒരു താഴ്വരയിലൊക്കെ പോയിട്ട് നിങ്ങൾ വളരെ മനസ്സ് മെഡിറ്റേറ്റീവ് ആയിട്ടൊന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ യു ക്യാൻ ഹിയർ ദ സൗണ്ട് ഓം. ഇസ് ദാറ്റ്? അവിടെ വേറെ ഒന്നുമില്ല. വൺ ക്ലാപ്പ്, എന്താണ് വൺ ഹാൻഡ് ക്ലാപ്പിംഗ് എന്നാണ് പറയാ. ഒരു ക്ലാപ്പ് വരണമെങ്കിൽ എന്തായാലും സൗണ്ടിന് 2 കയ്യടി വേണം, ശരിയല്ലേ? ഇത് വേറെ ആരും അതിനോട്, ദാറ്റ്സ് വാട്ട് അദ്വൈതം, സൗണ്ട് ഓഫ് സൈലൻസ്.
ഇതൊക്കെ നിങ്ങൾ എത്ര റിലേറ്റ് ചെയ്യുന്ന പറയാൻ വേണ്ടി പറ്റില്ല. നല്ലൊരു മെഡിറ്റേറ്ററും സാധകനും ഒക്കെ ആണെങ്കിൽ ഇതൊക്കെ കേൾക്കുമ്പോൾ ഭയങ്കര രസമായിരിക്കും അയാൾക്ക്. ഭഗവാൻ കൃഷ്ണന്റെ ഈ ഒരു അധ്യായം, ഈ ഒരു ശ്ലോകം കൺക്ലൂഡിംഗ് ഒക്കെ. സൗണ്ട് ഓഫ് സൈലൻസ്, ഒന്നാമത് സൈലൻസ്, പിന്നെ അതിന് എവിടെയും സൗണ്ട് ഇരിക്കുന്നത്? ബട്ട് ഓം ഇസ് ദാറ്റ് വാട്ട് സൗണ്ട് ഓഫ് സൈലൻസ്, ആൻഡ് ദാറ്റ് ഈസ് ഭഗവാൻ എന്നാണ് സംസാരിക്കുന്നത്. അനാദി. ആരെങ്കിലും ആദ്യം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അദ്ദേഹം. ഉദാഹരണത്തിന് ഒരു രസമേല ഒരു ഉദാഹരണം കൂടി പറയാം. ഒരു കൊച്ചുകുട്ടി, ആ കൊച്ചുകുട്ടി ജനിക്കുമ്പോൾ പേരോ കാര്യങ്ങളോ ഒന്നുമില്ല. പ്രത്യേകിച്ച് നിങ്ങൾ ആദ്യം ഗീതാന്നോ സീനാന്നോ മീനാന്നോ ഒക്കെ പേരിട്ട്. ക്ലിയർ ആവുന്നുണ്ടോ? ഒരു 5-6 മാസത്തിന് മുമ്പേ പേരിട്ടത് മുതൽ നിങ്ങളെ വിളിക്കുന്നുണ്ട് ഗീത, സീത, മീന. ഇത് കേട്ട് കേട്ട് ആ കുട്ടിക്ക് മതിയാവും. പിന്നെ ഇതന്നെ കേൾക്കുമ്പോ ആ കേൾക്കുന്ന സ്ഥലത്തേക്ക് നോക്കും. അപ്പൊ പിന്നെ നിങ്ങളെ കാണുമ്പോൾ അത് ചിരിക്കാനൊക്കെ തുടങ്ങും. ക്ലിയർ ആവുന്നുണ്ടോ? പിന്നെ ആ കൊച്ചിന് മനസ്സിലാവും, ആ ഇതാണ് കേട്ടാ എന്റെ പേര്. ഐ മീൻ ആ പേരാണോ ആ കുട്ടി? ഹലോ. അതുകൊണ്ട് നമ്മളുടെ ഈ ആചാര അനുഷ്ഠാനങ്ങളിലുള്ള ആൾക്കെല്ലാം ഈ ഒരു കാര്യത്തെ ഇങ്ങനെ വിശേഷിപ്പിച്ചു കഴിഞ്ഞാൽ അവർ പറയുമ്പോ ഓമാണത്. അല്ല കേട്ടോ. അതായത് ഇറ്റ് ഇസ് സിംപ്ലി അൺനോബിൾ ആൻഡ് അൺഡിസ്ക്രൈബിൾ എന്നൊക്കെ വേണമെങ്കിൽ പറയാം. പക്ഷെ അതിനെ ഒന്ന് ഈ മുത്തച്ഛനെ ഒക്കെ പരിചയപ്പെടുത്താൻ, വിശേഷിപ്പിക്കാനൊക്കെ ഉള്ള ഒരു സംഭവത്തെ ചൂണ്ടിക്കാണിക്കാൻ ദ ഋഷി സെഡ് ദാറ്റ് ഈസ് ഓം. ക്ലിയർ? നമ്മൾ വിചാരിക്കും, അതാണല്ലേ എന്ന് കാര്യം നമ്മുടെ അന്വേഷണവും പരിപാടിയും ഒക്കെ നിർത്തും. പക്ഷെ ആ ഒരു സീക്കറിന് ഒരു ഐഡന്റിറ്റി. ആർ യു കണക്ടിങ്? അല്ലെ നമുക്ക് നോക്കാം അടുത്തതിലൂടെ ഒക്കെ ഭഗവാൻ എന്താ പറയുന്നതെന്ന്. സോ ഓം തത് സത് മീൻസ് ഈ ഒരു ഭാവത്തോടു കൂടി വേണം നിങ്ങളുടെ എല്ലാ കർമ്മങ്ങളും, പൂജ, അനുഷ്ഠാനം, വാട്ട് എവർ യു ഹാവ് ടു ബിഗിൻ. സോ ഇതിന്റെ അർത്ഥം ഓം തത് സത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഐ ആം ഡൂയിങ് ദിസ് തിങ് ഫോർ ഹിം. ഞാൻ ഇത് ചെയ്യുന്നത് അദ്ദേഹത്തിന് വേണ്ടിയിട്ടാണ്, നോട്ട് ജസ്റ്റ് ഫോർ മീ. അപ്പം ഇതിന്റെ ഏറ്റവും വലിയ രസം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതാണ് ഇതിന്റെ ബ്യൂട്ടി കേട്ട. ആ ചെയ്യുന്നതിൽ എന്തെങ്കിലും പ്രയാസം വന്നാലും ഇറ്റ് ഇസ് നോട്ട് മൈൻ. ഇനി ഇത് ഗംഭീരമായി നടന്നു കഴിഞ്ഞാലും ഇറ്റ് ഇസ് നോട്ട് ബിക്കോസ് ഓഫ് മീ, ഇറ്റ് ഇസ് ഫോർ ഓം തത് സത്. അതുകൊണ്ട് എന്ത് തുടങ്ങുന്നുണ്ടെങ്കിലും, ഞാൻ ഇതൊക്കെ കേൾക്കുമ്പോഴൊക്കെയാണ് ഞാനൊക്കെ ഇന്നാരും എന്തൊക്കെ അത് ഡിസ്ക്രൈബ് ചെയ്യുമ്പോൾ പറയുകയും ചെയ്തു, സാർ ഇത് എന്ത് ചെയ്യുമ്പോഴും ഓം എന്നാണ് പറഞ്ഞിട്ട് തുടങ്ങാറ്. അതെല്ലാം ഒരു അനുഗ്രഹമാണ്. നമ്മൾ എന്ത് കർമ്മം, എന്തൊരു വിധി കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ ഓം ശ്രീ ഗുരുഭ്യോ നമഃ. കണ്ടിട്ടില്ല ആശ്രമങ്ങളിലൊക്കെ പൂജാ കാര്യങ്ങൾ ഓം, ഇറ്റ് ബിഗിൻസ് വിത്ത് ഓം. ഓം തത് സത് മീൻസ് ഞാൻ ഐ എം ഡൂയിങ് ദിസ് നോട്ട് ഫോർ മീ. അതാണ് കൃഷ്ണൻ പറഞ്ഞിരിക്കുന്നത് അർജുനന്റെ അടുത്ത്. അർജുനൻ, നീ നിന്റെ മോശം മാത്രമല്ല ഇപ്പൊ എനിക്ക് സമർപ്പിക്കേണ്ടത്, നിന്റെ നല്ലത് കൂടി സമർപ്പിക്കണം. അതാണ് ഓം തത് സത്. ആർക്ക് സമർപ്പിക്കണം? എനിക്ക് സമർപ്പിക്കണം. നീ എന്തും ചെയ്തോ, എന്നിട്ട് ലാസ്റ്റ് നീ സർവധർമാൻ പരിത്യജ്യ മാമേകം ശരണം വ്രജ. ഓം തത് സത്. വേറെ എവിടെയല്ല. പിന്നെ എവിടെയാ? ഹലോ. ഓൾ ദ പ്രവാചകന്മാർ പറഞ്ഞിരിക്കുന്നതാണ് ഓം തത് സത് മീൻസ് കം ടു മീ, ഹാം ദാറ്റ്. ബുദ്ധം പറഞ്ഞു ഫൈനലി, ബുദ്ധം ശരണം ഗച്ഛാമി. ജീസസ് സെഡ് വാട്ട്? പിതാവിനിലേക്ക് പോകണമെങ്കിൽ പുത്രനായ എന്നിലൂടെ, ത്രൂ മീ. ഗുരുദ്വാര മീൻസ് ഗുരു ആണ് കവാടം. അപ്പൊ ഇത് മനുഷ്യർക്ക് എന്താണ് സിംപിളി തനിച്ച് ചെയ്യാൻ വേണ്ടി പറ്റുന്നതോ അറിയാൻ വേണ്ടി പറ്റുന്നതോ അതാണ്. ഒരു ഉദാഹരണം കേട്ടു. ഒരു ഉറുമ്പിന് ഡൽഹിയിലേക്കൊക്കെ പോകണം, അല്ലെങ്കിൽ ദൂരെ ഒരു സ്ഥലങ്ങളിലേക്ക് പോകണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് വിൽ ടേക്ക് മച്ച് ടൈം, റൈറ്റ്? പക്ഷെ ഒരു പോകുന്ന ഒരാളുടെ സൂട്ട് കേസിലോ പാന്റിന്റെ പോക്കറ്റിന്റെ ഇടയിൽ അങ്ങനെ ഒരു ഉറുമ്പ് കയറി ഇരുന്നിട്ടുണ്ടെങ്കിൽ ഫ്രീ ആയിട്ട് അതിന് എവിടെ വരെ പോവാം? ഹരിദ്വാറോ ഡൽഹിയോ രാമേശ്വരത്തോ ഈവൻ അല്ലേ ഔട്ട് ഓഫ് ദ കൺട്രി വരെ അതിന് ട്രാവൽ ചെയ്യാം. അപ്പൊ നിങ്ങൾ ഇത് എല്ലാം നിനക്കാവും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിംപിളി ഈ ഉറുമ്പിന്റെ അവസ്ഥയായി പോകുന്ന അർത്ഥം. ബട്ട് ഇഫ് യു ആർ വിത്ത് ഹിം, ഗോട്ട് ഇറ്റ്? യെസ്, നോ? സോ ദാറ്റ്സ് വാട്ട് ഓം തത് സത് എന്ന് വെച്ചാൽ എത്ര സിമ്പിളായി, എത്ര റിലാക്സ്ഡ് ആയി. ഐ എം ഡൂയിങ് ദിസ് ഫോർ ഹിം. സോ ദാറ്റ്സ് വാട്ട് കൃഷ്ണ സെഡ്. നീ നിന്റെ നല്ലതും മോശവും ഒക്കെ എനിക്ക് സമർപ്പിക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ലത് ചെയ്തത് വഴി നമ്മൾ അഹങ്കാരം ആവുകയില്ല. ബിക്കോസ് ഐ ഡിഡ്. സോ ഞാൻ അതിന്റെ പ്രൗഡ് ഫീൽ ചെയ്യും. ആൻഡ് അയ്യോ എന്റെ കയ്യിൽ നിന്ന് പറ്റില്ലോ എന്നുള്ളത് ഞാൻ വിഷമിക്കും. സോൾ നിങ്ങൾ കാരണം, അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണ്ടി എന്നുള്ളൊരു അവസ്ഥ ഒരു അൾട്ടിമേറ്റ് ഡിവൈൻ്റെ മേലെ വരുമ്പോൾ നമ്മൾ പ്രയാസപ്പെടില്ല എന്നാണ് അർത്ഥം. സോ നൈസ്, റൈറ്റ്? ഇതൊക്കെ കേൾക്കുമ്പോൾ എത്ര പേർക്ക് ഒരു റിലാക്സേഷൻ വരുന്ന, ഒരു റിലീഫ്. ഓഫ് ഞാൻ കരുതി ഇതെല്ലാം എന്റേതാണ്. എന്ത് നിന്റേത്? നിന്റെ ഉള്ളിലൂടെ ശ്വാസം പോകുന്നു, ഹൃദയം അടിക്കുന്നു, ഇതെല്ലാം നിങ്ങളുടെ വിചാരിച്ചിട്ടാണോ? ഒന്നുമല്ല. ഇറ്റ്സ് കോൾഡ് പ്രാണസ്യ പ്രാണ ഉപനിഷത്ത്.
ഇതിന്റെയൊക്കെ ഗവൺ ചെയ്യുന്ന ഒരു അൾട്ടിമേറ്റ് ആയിട്ടുള്ള ഒരു ശക്തിയുണ്ട്. ആ ശക്തിയാണ് ഞാൻ പ്രണമിക്കുന്നു. അപ്പൊ നമ്മൾ കുറെ കൂടി ഫ്രീ ആവാൻ വേണ്ടി തുടങ്ങും. ആ ശക്തി ഒരു സാകാരമായിട്ട് വന്നതിനൊക്കെയാണ് ഗുരു എന്നൊക്കെ വിളിക്കുക. അതൊക്കെയാണ് ആ ഗുരുവിന്റെ കൂടെ നിൽക്കുക, പോവുക, ചെയ്യാന്നൊക്കെ വെച്ചാൽ സംതിങ് സോ ഗ്രേറ്റ്. ഗുരു ബിനാ ഗതി നഹി എന്നൊക്കെ പറയാൻ കാരണം ഇവിടെ പറഞ്ഞിരിക്കുന്നത് സൃഷ്ടിയുടെ ആരംഭം മുതൽക്കേ പരമമായ നിരപേക്ഷിതത്വത്തെ സൂചിപ്പിക്കാൻ വേണ്ടി ഉപയോഗിച്ചിരിക്കുന്ന 3 വാക്കുകളാണ് ഓം തത് സത്. എന്നിവ ഈ പ്രതീകാത്മകമായിട്ടുള്ള ഒരു വാക്കുകൾ. ജസ്റ്റ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വേദോച്ചാരണത്തിലും യജ്ഞാനുഷ്ഠാനങ്ങളിലൊക്കെ ഒരു പരമപുരുഷനെ റെപ്രസെന്റ് ചെയ്യാൻ, അല്ലെങ്കിൽ അവരുടെ ഒരു പ്രീതിക്ക് വേണ്ടി ആചാര്യന്മാരൊക്കെ ഈ വാക്കുകളിലൂടെയാണ് കാര്യങ്ങൾ, യജ്ഞം, ദാനം, തപസ്, എവറിത്തിങ് ദേ വിൽ ബിഗിൻ വിത്ത് us. So now onwards നിങ്ങളുടെ ഉള്ളിൽ ഇതൊക്കെ ഉണ്ടാവട്ടെ. തസ്മാദോ ഇത്യാഹൃതു യജ്ഞദാന തപക്രിയാഹ പ്രവർത്തന്തേ വിധാനോക്ത സതതം ബ്രഹ്മവാദിനാം. ഭഗവാൻ സേസ്, അതുകൊണ്ട് വൈദിക നിയന്ത്രണം അനുസരിച്ച് യജ്ഞദാന തപസ്സുകൾ അനുഷ്ഠിക്കുന്ന അതീന്ദ്രിയവാദികൾ പരമപുരുഷനെ പ്രാപിക്കുന്നതിനായി എപ്പോഴും ഓം എന്ന വാക്കുകൾ ആരംഭിക്കും. ഫസ്റ്റ് ഓമാണ്, പിന്നെ അത് കുറച്ചുകൂടി വിപുലീകരിച്ച പഞ്ചാക്ഷരിയായി ഓം നമ ശിവായ, മീൻസ് നമ ശിവായ added in it. But that is the one, എന്താണ് one, അതിന് പറയാ, there was a Sanskrit word, said the om ityeta, that is the ultimate thing. പക്ഷെ അതിനെ ആ ഒന്നില്, അതാണ് ഈ ബ്യൂട്ടി. ഒന്ന് തന്നെ പലതായി മാറി എന്നാണ് സംസാരിക്കുന്നത്. അതാണ് ഈ നാനാത്വത്തിൽ വൈവിധ്യം. ഇപ്പൊ നിങ്ങളുടെ നാട്ടിൽ ചെമ്പരത്തിപ്പൂ മാത്രമാണെങ്കിൽ എന്തായിരിക്കും അവസ്ഥ? ദൈവം ഒരിക്കലും ഒരു സോഷ്യലിസ്റ്റ് അല്ല കേട്ടോ. അദ്ദേഹത്തിന് മുല്ലപ്പൂ ഇഷ്ടമാണ്, റോസാപ്പൂ ഇഷ്ടമാണ്. സപ്പോസ് ഇത് മാത്രമേ ഉള്ളുവാണെങ്കിൽ എന്തായിരിക്കും അവസ്ഥ? പച്ചക്കറിയുടെ കൂട്ടത്തിൽ വെണ്ടക്കേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. തക്കാളി, ഉള്ളി, ഉരുളക്കിഴങ്ങ്, ഗോട്ട് ഇറ്റ്? അതാണ് ആ എല്ലാത്തിലും ഒന്നും എന്നുള്ളൊരു ധാരണ. അപ്പൊ ഇത്, ഈ വൈവിധ്യം ഡിവിനിറ്റിക്ക് വളരെ ഇഷ്ടമാണ്. ആ ഒന്ന് തന്നെ പലതായിട്ട്. ടെൽ യു ദാറ്റ് സ്റ്റോറി. വൈകുണ്ഠത്തിൽ നാരായണൻ ഇങ്ങനെ യോഗനിദ്രയിൽ ഇങ്ങനെ കിടക്കുമ്പോ അദ്ദേഹത്തിന് ബോറായി, തനിച്ച് കിടക്കുമല്ലേ. ബോർ ഇൻ ദ സെൻസ് അദ്ദേഹത്തിന് തോന്നി ഒന്ന് കളിച്ചേക്കാം. അങ്ങനെ അദ്ദേഹം ഈ നാഭിയിലേക്ക് നോക്കിയപ്പോ അവിടെ നിന്ന് ഇങ്ങനെ താമര വിരിഞ്ഞിട്ട് ബ്രഹ്മാവ്. ആ ബ്രഹ്മാവിന്റെ ഹൃദയത്തിൽ ദാറ്റ് ഈസ് ദ സ്പേസ് ഓഫ് ക്രിയേറ്റിവിറ്റി. ഓക്കെ, മീൻസ് ദാറ്റ് ഇന്നോവേഷൻ, ഇതിന്റെയൊക്കെ സ്പേസ് ആണ്. ഇറ്റ്സ് കോൾഡ് മിഡ് ബ്രെയിൻ. അതാണ് ഈ നാഭി. നമുക്ക് തോന്നി ഇത് എന്താണ് ഒരു ഇന്ത്യൻ ഗോഡ്സിന്റെ നാഭി എന്നൊക്കെ ഇങ്ങനെ താമര വിരിയാന്ന് വെച്ച് കഴിഞ്ഞാൽ പൂർണ്ണതയാണ് അതല്ല. അപ്പൊ അതിന്റെ മേലെ ഇരിക്കുന്ന ആള് ബ്രഹ്മ. ദ സിംബലൈസേഷൻ മീൻസ് ക്രിയേറ്റർ. സോ ആ ക്രിയേറ്റർ ആയിട്ടുള്ള ബ്രഹ്മാവിന്റെ ഹൃദയത്തിൽ ആര് കയറിയിരുന്നു? മഹാവിഷ്ണു തന്നെ കയറിയിരുന്നു. എന്നിട്ട് ബ്രഹ്മാവിലൂടെ മഹാവിഷ്ണു തന്നെ സൃഷ്ടിക്കാൻ വേണ്ടി തുടങ്ങി. എന്നിട്ട് ആ സൃഷ്ടികളുടെ ഒക്കെ ഉള്ളിൽ അന്തർയാമിയായിട്ട് നാരായണൻ തന്നെ ഇരുന്നു. എന്നിട്ട് ഒരു കളി തുടങ്ങി. ദാറ്റ്സ് വാട്ട് ലീല. എന്താ ലീല? ഇനി നീ കണ്ടുപിടിക്കും ഞാൻ എവിടെയാണ്. ഗുരുദേവ് പറയാണ്, ഇവരെല്ലായിടത്തും പോകും. എവിടെയൊക്കെ പോകും? മുങ്ങിക്കപ്പൽ പോയിട്ട് താഴെ പൊക്കി കൊണ്ടുവരും, ബഹിരാകാശത്ത് പോയിട്ട് ചന്ദ്രനിൽ ലാൻഡ് ചെയ്യും. ഇതിനൊക്കെ പോവാൻ പ്രാപ്തമാക്കിയിട്ടുള്ള ആ ഒരു ശക്തി അകത്തുണ്ട്. പക്ഷെ കശ്ചിത് ധീരാന്നാണ് പറയുക. കശ്ചിത് എന്ന് വെച്ചാൽ വളരെ അപൂർവമായിട്ടുള്ള ആൾക്കാര്. സ്റ്റോറി ലൈക്ക് മേലെ പോയപ്പോ ചന്ദ്രനിൽ നിന്ന് പൊക്കി കൊണ്ടുവന്നു, താഴെ പോയപ്പോ വെള്ളത്തിനടിയിൽ നിന്നും അല്ലെ മുങ്ങിക്കപ്പൽ നിന്നൊക്കെ പൊക്കി കൊണ്ടുവന്നു. ഇതാണ് നമ്മുടെ ഭഗവാൻ ഇരിക്കുന്നതെന്ന് പറഞ്ഞിട്ട് ഒടുവിൽ ഭഗവാൻ പറഞ്ഞു, ഇനി മതി, ഇവൻ വരാത്ത എവിടെയെങ്കിലുമൊക്കെ പോയിട്ട് ഇരിക്കണം, ഇവൻ അന്വേഷിക്കാത്ത ഒരു സ്ഥലത്ത്. അന്ന് അദ്ദേഹം സുഖമായിട്ട് ഒരു സ്ഥലത്ത് ഇങ്ങനെ വിശ്രമിക്കുവാണ്. എവിടെയാ അത്? അന്വേഷിക്കൊന്നും വേണ്ട, അത് അവിടെ ഇവിടെയൊന്നും അല്ല, നിങ്ങളുടെ ഉള്ളിലാണ്. നോക്കാറുണ്ടോ? അപ്പൊ ഇനി മെല്ലെ അങ്ങോട്ടൊക്കെ തിരിയാൻ വേണ്ടി തുടങ്ങും. ഓം മീൻസ് ദാറ്റ് ഇൻവേർഡ് അകത്ത് പോയി അതിനെ ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യുന്ന ആ ഒരു ഭാവം. സോ ഓൾ ദിസ് ആചാര്യന്മാര് അതിനെ എക്സ്പീരിയൻസ് ചെയ്തുകൊണ്ട് മാത്രമാണ് ബാക്കി എല്ലാ കാര്യങ്ങളൊക്കെ ചെയ്യാന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. തദിത്യാനഭിസന്ധായ ഫലം യജ്ഞതപക്രിയ ദാനക്രിയാശ്ച വിവിധാം ക്രിയന്തേ മോക്ഷകാംക്ഷിഭി. ഫലോദ്ദേശം കൂടാതെ തത് എന്ന് ഉച്ചരിച്ചുകൊണ്ട് വേണം ഒരാൾ പലതരത്തിലുള്ള യജ്ഞങ്ങളും പല രീതിയിൽ പറയുന്നതേ ഉള്ളൂ ദാനവും തപസ്സും ഒക്കെ ചെയ്യേണ്ടത്. ഭൗതിക, അതായത് എനിക്കല്ല ഇത്, ഓം തത് സത്, അങ്ങേക്ക് വേണ്ടിയിട്ടാണ്, അങ്ങുള്ളത് കൊണ്ടാണ് ആ ഭാവത്തിൽ
വേണം തപദാനം ഒക്കെ ചെയ്യാൻ. അങ്ങനെയാണെങ്കിൽ ഭൗതിക ബന്ധങ്ങളിൽ നിന്നൊക്കെ മുക്തി വരും. അല്ലെങ്കിൽ ഇത് നിനക്ക് വേണ്ടി ചെയ്യും, നീ തന്നെ അനുഭവിക്കേണ്ടി വരും. അതിലാണ് ഈ ശ്ലോകത്തിന്റെ ഒക്കെ ഭാവാർത്ഥം. ക്ലിയർ? സദ്ഭാവേ സദുഭാവേ ച സദിദ്യോതത് പ്രയുജ്യതേ പ്രശസ്ത കർമാണി തഥ സച്ഛബ്ദ വാർത്ത യുജ്യത്തെ. കഴിഞ്ഞു കേട്ടോ, ഞാൻ ഈ ശ്ലോകങ്ങൾ ഇങ്ങനെ ചൊല്ലുന്നേ ഉള്ളൂ. യജ്ഞേ തപസി ദാനേ ച സ്ഥിതിം സദിതി ചോച്യതേഹ കർമ്മം ചെയ്വ തദർത്ഥീയം സദിദ്യോത വാഭീതീയത്തെ. സോ ഇവിടെ ഇടയിൽ പിന്നെ നമ്മൾക്ക് കടന്നു വരാൻ ഒരു ചാൻസ് ഇല്ല എന്നാണ് ഭഗവാൻ പറഞ്ഞിരിക്കുന്നത്. ഇഫ് ഇറ്റ് ഈസ് ഫോർ ഹിം, എവറിത്തിങ് ഈസ് ബൈ ഹിം, ആൻഡ് ബിക്കോസ് ഓഫ് ഹിം എല്ലാം. നമ്മൾ പറയാറില്ല, ജനങ്ങൾക്ക് വേണ്ടി ജനങ്ങളാൽ എന്ന് പറഞ്ഞ പോലെ ഭഗവാന് വേണ്ടി ഭഗവാനാൽ എന്നുള്ളതൊക്കെയാണ് ഇതിന്റെ അർത്ഥം. അപ്പൊ ദ പേഴ്സൺ വിൽ ബി സോ സെന്റേഡ്, ഹാപ്പി ആൻഡ് സ്വാത്വികമായിട്ടിരിക്കും. ഡ്യുവാലിറ്റി വരില്ല. അതാണ് ഈ ഓം തത്സത് എന്നൊക്കെ പറഞ്ഞിരിക്കുന്നത്. ക്ലിയർ ആവുന്നുണ്ടോ? സ്വസ്ഥമായിട്ടിരിക്കും, രാഗദ്വേഷങ്ങൾ ഉണ്ടാവില്ല, നാനാത്വത്തിൽ ഏകത്വം കാണാൻ വേണ്ടി തുടങ്ങും. കാര്യം വൈവിധ്യമാണ് ഈശ്വരന്റെ ഒരു സ്വഭാവം. ഈ വൈവിധ്യങ്ങളിലെല്ലാം ആ ഡിവിനിറ്റി തന്നെയാണ്. മതാത്മ സർവഭൂതാത്മ മദ്ഗുരു ശ്രീ ജഗദ്ഗുരു. അദ്ദേഹം തന്നെയാണ് ഈ യൂണിവേഴ്സൽ മാസ്റ്റർ. എല്ലാത്തിലും അത് കാണാൻ വേണ്ടി തുടങ്ങും. ക്ലിയർ? വെരി ഗുഡ്. സത് എന്ന വാക്ക് അതിനെയൊക്കെയാണ് സൂചിപ്പിക്കുന്നത്. ആ വിധത്തിലുള്ള യജ്ഞം അനുഷ്ഠിക്കുന്നവൻ ആണ് കുന്തിപുത്ര. നിരപേക്ഷ സ്വഭാവം അനുസരിച്ച് മറ്റു പ്രവൃത്തികളെ പോലെ യജ്ഞദാന തപകർമ്മങ്ങൾ ചെയ്യുമ്പോൾ ഭഗവത് പ്രസാദം അവന് എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കും. ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വെർഷൻസ് ഒക്കെ ഉണ്ട്. ആ ഭാവം ചെയ്യുന്ന ഇത്രയേ ഉള്ളൂ. ആ ആയി പോയി മീൻസ് എന്താണ് പറയാ, വണ്ണസിലേക്ക് വരും. ഡിഫറൻസ്, പൃഥക് ഭാവം ഉണ്ടാവില്ല. ശ്ലോക ബൈ ശ്ലോക പോയ കൺഫ്യൂസ്ഡ് ആവും. ബ്യൂട്ടിഫുൾ എക്സാമ്പിൾ ലൈക്ക് ഉപ്പ് വെള്ളത്തിലേക്ക് ഇട്ട് കഴിഞ്ഞു കഴിഞ്ഞാല് പിന്നെ ഉപ്പിനെ കാണാൻ പറ്റില്ല. പറ്റുമോ? ഇതുപോലെയാണ്. ക്ലിയർ? ഈ ഭാവത്തിൽ ചെയ്യുന്ന ഒരാള് പിന്നെ അയാളില്ല അവിടെ. പിന്നെ എന്താണോ ഓൾറെഡി ഉണ്ടാവേണ്ടത് അത് മാത്രമേ ഉണ്ടാവൂ. Is that clear to you? ഇനി ലാസ്റ്റത്തെ ശ്ലോക ഓൾറെഡി ഞാൻ കഴിഞ്ഞ ഒരു വീഡിയോയിൽ ഞാൻ സംസാരിച്ചിട്ടുണ്ട്. അശ്രദ്ധയാ ഹുതം ദത്തം തപസ്തപദം കൃതം ചെയ്യത്ത്. പക്ഷെ ടഫാണല്ലേ ഈ ശ്ലോകാസ് ഒക്കെ. പക്ഷെ ഇതിന്റെ മീനിങ് ഒക്കെ വളരെ സിമ്പിൾ ആണ്. അശ്രദ്ധയാ ഹുതം ദത്തം തപസ്തപദം കൃതം ചെയ്യത്ത് അസദിച്ഛതേ പാർത്ഥ നച പ്രേത്യഃ നോയിഹം. പരമപുരുഷനിൽ പൂർണ്ണ വിശ്വാസം കൂടാതെ ചെയ്യപ്പെടുന്ന യജ്ഞവും ദാനവും തപസ്സും എല്ലാം അസത് എന്നാണ് അറിയപ്പെടുക. അതിനകത്തൊരു ഫലവും ഉണ്ടാവില്ല. ക്ഷണികങ്ങളായിട്ടുള്ള അത്തരം കർമ്മങ്ങളും ഫലങ്ങളും ഇഹലോകത്തിലും പരലോകത്തിലും നിഷ്പ്രയോജനങ്ങളാണ് പാർത്ഥ. അതെന്നീ അറിയണം. എങ്ങനെയാ പറഞ്ഞത്? പരമപുരുഷനിൽ പൂർണ്ണ വിശ്വാസവും ശ്രദ്ധയും കൂടാതെ ചെയ്യപ്പെടുന്ന എന്തും, യജ്ഞം, ദാനം, തപം, എവറിത്തിങ് നിഷ്പ്രഭമാണ്. അതിനൊന്നൊരു ഗുണമില്ല പാർത്ഥ. നീ ഭയങ്കര രസമാണ്. വിശ്വാസത്തോടെ നീ വല്ലതൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ദാറ്റ് ഈസ് വളരെ വളരെ സ്വീകാര്യവും പ്രിയവുമാണ് അദ്ദേഹത്തിന്. സോ ഫൈനലി ഭഗവാൻ സേസ്, ഈ ഭാവത്തിലൂടെ നിനക്ക് എന്റെ സ്വരൂപത്തെ അറിയാൻ വേണ്ടി സാധിക്കും. സോ കൃഷ്ണാവബോധത്തിൽ എത്താം എന്നുള്ളതൊക്കെയാണ് ഈ അതായത് കൃഷ്ണാവബോധത്തെ എക്സ്പീരിയൻസ് ചെയ്യാനുള്ള മാർഗങ്ങളാണ് സിംപ്ലി ശ്രദ്ധാത്രയ വിഭാഗയോഗം. Am I right? നിങ്ങൾ ആ ഫസ്റ്റ് ഡേ മുതൽ കേട്ടതിനെ എഴുതി വെച്ചതും നോട്ട് ചെയ്തതും സ്വാധ്യായമൊക്കെ ചെയ്യണം എന്ന് പോകും. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുക ഗുണസ്, ഭാവം, ശ്രദ്ധ, അല്ലെ, സ്വാത്വിക, രാജസിക, താമസിക, ദാന, താപ, യജ്ഞം, വിധികൾ. പക്ഷെ ഫൈനലി ഭഗവാൻ പറയാണ്, ഇത്രയൊന്നും കേട്ടിട്ട് കൺഫ്യൂസ്ഡ് ആവേണ്ട ഒരാവശ്യമില്ല, നിനക്ക് എന്നിൽ വിശ്വാസം മാത്രം മതി. അതാണ് കൃഷ്ണൻ പറഞ്ഞിരിക്കുന്നുണ്ട് അർജുനന്റെ അടുത്ത്. അർജുന, നീ എനിക്ക് ജലം തരുമെന്ന് ഉള്ളൊരു വിശ്വാസം നിന്റെ ഉള്ളിൽ ഉണ്ടാവണം. അപ്പൊ നിനക്ക് ഞാൻ പാല് തരും. ഇനി ഭഗവാന് ഞാൻ പാലാണ് നിവേദ്യമായിട്ടൊക്കെ കൊടുക്കുവാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അർജുന ഞാൻ നിനക്ക് അമൃത് തരും. ഇനി നീ എനിക്ക് അമൃതാണ് തരുക എന്നുള്ള കാര്യം. അമൃത് തരാനും സാധിക്കില്ല. മൃത്യു മീൻസ് ദാറ്റ് ഇമ്മോർട്ടൽ സ്റ്റേറ്റ്.
ബട്ട് ആ അമൃത് ഒരു നൈവേദ്യമായിട്ട് നീ എനിക്ക് അല്ല അർപ്പിക്കും എന്നുള്ളൊരു ഭാവം നിനക്കുണ്ടെങ്കിൽ അർജുന, ഇതാണ് ആ ശ്രദ്ധയാണ് ഭഗവാൻ അവിടെ സംസാരിക്കുന്നത്. ശ്രദ്ധാത്രേ വിഭാഗയോഗ, ആ ഭാവമാണ് അദ്ദേഹം ഇവിടെ സംസാരിക്കുന്നത്. ആ ഭാവം നിനക്കുണ്ടെങ്കിൽ, എന്താ ഭാവം? അമൃത് ഞാൻ നിവേദിക്കും ഭഗവാൻ എന്ന ഭാവം ഉണ്ടെങ്കിൽ, പിന്നെ കൃഷ്ണന്റെ ഒരു വാഗ്ദാനം ഉണ്ട് കേട്ടോ. അത് പറയട്ടെ എന്താണ്? ഇതൊക്കെ കേട്ട് വല്ല കാര്യമുണ്ടോ? നിങ്ങൾ ഒരു ഗ്ലാസ് വെള്ളമൊക്കെ ഒന്ന് കൊടുക്കണം കേട്ടോ. ഇത് നല്ല ഈ ഭഗവാൻ പറഞ്ഞതിനോടൊരു നീതിയൊക്കെ ആവും. അമൃത് നീ എനിക്ക് നിവേദിക്കും എന്നൊരു ഭാവം നിനക്ക് ഉണ്ടെങ്കിൽ അർജുന, പിന്നെ ഞാൻ എന്തൊക്കെ നിനക്ക് തരും എന്നുള്ളത് നിനക്ക് സങ്കല്പിക്കാൻ പോലും സാധിക്കില്ല. ക്ലിയർ ആവുന്നുണ്ട്? സംതിങ് സംതിങ് സോ ഗ്രേറ്റ്. സോ ഹീസ് ഓൾവേസ് ആ ഭാവ് കെ ഭൂക്കെ ഹെ, ഭാവമാണ് വേണ്ടത്. ഇനി ആ ഭാവം തന്നെയാണ് ശ്രദ്ധ. പക്ഷെ അത് നമ്മളുടെ പ്രയോറിറ്റിക്കും തിരക്കിനും നമ്മൾ ആരെങ്കിലും ഒക്കെ വല്ലതൊക്കെ പറയുന്ന കേട്ടിട്ടും അല്ലെ നമ്മുടെ മൂഡ് സിങ്സിനൊക്കെ അനുസരിച്ചിട്ട് ആ ശ്രദ്ധ ഇങ്ങനെ ഡീവിയേറ്റഡ് ആവും. അപ്പൊ അത് രാജസികയും താമസികയും ഒക്കെ ആയിപ്പോവും. ടൈം ആൻഡ് അഗെയിൻ യു ഹാവ് ടു ട്യൂൺ യുവർ സെൽഫ് പുനഃ പുനഃ ഈ ഭാവത്തിൽ. ഏത് ഭാവം? ദാറ്റ് ഇസ് സ്വാത്തിക്. ആ രീതി തന്നെ ആയിരിക്കണം ദാനം, ജപം, പൂജ. അപ്പൊ എന്താണ് സാറേ അത് എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. അശ്രദ്ധയാ ഹുദം ദത്തം തപസ്തപം. ആ ഭാവമില്ലാതെ നീ ചെയ്യുന്നത് ഒന്നും പാത്രം കമിഴ്ത്തിയിട്ട് വെള്ളമൊഴിക്കുന്ന പോലെയാണ്. ആ ഭാവം ഉണ്ടെങ്കിൽ നീ ചെയ്യുന്നതെല്ലാം എനിക്ക് പ്രിയമാണ്. അതാണ് ഹി സേസ് മദ്ഭക്ത നഹി പ്രണശ്യതി, മൈ ഡിവോട്ടി വിൽ നെവർ ഫോൾ. എന്നുവെച്ചാൽ ഹി സോ സ്വാത്വിക്. എല്ലാവർക്കും അഭ്യുദയം, നന്മ ആഗ്രഹിക്കുന്ന ഒരാൾ, വേദനിക്കണ്ട അല്ലേ, ശാന്തി ഉണ്ടാവണം എന്നൊക്കെ കാംക്ഷിക്കുന്ന ഒരാൾ. മദ്ഭക്ത നഹി പ്രണശ്യതി, അവൻ ഒരിക്കലും വീഴാൻ സാധിക്കില്ല, അവനെ ഞാൻ പിടിക്കും എന്നൊക്കെ പറഞ്ഞിരിക്കുന്നതിന്റെ ഒക്കെ ഒരു ഭാവാർത്ഥം അതാണ്. സോ ബി എ ഡെവോട്ടി ഓഫ് ഭഗവാൻ ഇൻ ദിസ് വേ. അല്ലാണ്ട് നിങ്ങൾക്ക് ഇപ്പൊ തന്നെ തോന്നില്ല നിങ്ങളുടെ ഭക്തി എന്തൊക്കെയാണ് നിങ്ങൾ കാണിച്ചു കൂട്ടുന്നത് ദൈവമേ. ചന്ദനത്തിരി കത്തിക്കും, പ്രാർത്ഥിക്കും, കമിഴ്ന്ന് വീടും, കദളിപ്പഴം കൊടുക്കും, ഫോട്ടോ ഇടും, വാൾപേപ്പർ ആക്കും, 400 തവണ ജപിക്കും, എന്തൊക്കെയോ ആഗ്രഹങ്ങൾ മനസ്സിൽ, ഇനി ശത്രു പൂജ, വേറെ ഭഗവാന്റെ പേരിൽ. എന്താണോ ഈ കാട്ടിക്കൂട്ടുന്നത് നിങ്ങൾ? അദ്ദേഹത്തിന് ഇതൊക്കെ കേട്ട് മതിയായി നിങ്ങളുടെ ഈ പരിപാടികളൊക്കെ. അതുകൊണ്ട് അദ്ദേഹം ഒരു അധ്യായം ഇറക്കി, ശ്രദ്ധാത്രേ വിഭാഗയോഗം. ഇത് കേട്ടിട്ട് തന്നെ ഭജിക്കട്ടെ. റൈറ്റ്? ഹലോ കൃഷ്ണൻ, ഇന്ന് കുറച്ച് സമാധാനം ഉണ്ടാവും. കുറച്ചു പേരെങ്കിലും ഇത് കേട്ടിട്ട് തന്നെ അതേ എന്റെ ആ രീതിയിൽ എന്നെ ഒന്ന് കാണുകയും വിളിക്കും ഭജിക്കുകയൊക്കെ ചെയ്യില്ല. അതാണ് ശ്രീമദ് ഭഗവത്ഗീത പോലെ ഇത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള, പ്രത്യേകിച്ച് ഈ ദാമോദര മാസം നിങ്ങൾ ഇതൊക്കെ കേൾക്കുമ്പോൾ മുക്തിക്കും ശാന്തിക്കൊക്കെ വേറെ പ്രിയമായിട്ടുള്ള വേറെ ഒരു സംഭവം ഇന്നില്ല. ഉപനിഷത്തുക്കളുടെ ഒക്കെ മാതാവ്. അതുകൊണ്ട് തന്നെ ഈ ഗീത, ഈ ഒരു അധ്യായത്തിന്റെ ഒരു പൂർണ്ണത, ഇത് മുഴുവൻ ജ്ഞാനവും തപസ്സൊക്കെയാണ്. അതൊരു ഗുരുദക്ഷിണ പോലെയൊക്കെ നിങ്ങൾ ഉറപ്പായിട്ട് കൃഷ്ണന് വേണ്ടി ചെയ്യാന്ന് വെച്ചാൽ നിങ്ങൾ ഭഗവാന്റെ അടുത്തേക്കാണ് ഞാൻ ഇൻവൈറ്റ് ചെയ്യുന്നത്. അദ്ദേഹത്തെ ഇത് കേട്ടിട്ട് കൊണ്ട് ആ ഒരു സ്വാത്വികതയുടെ മൂർത്തിഭവൻ ഭാവത്തെയൊക്കെ കാണാനും ആ സ്വാത്വികമായുള്ള ഒരു പ്ലേസ് ഒക്കെ നിങ്ങളൊന്ന് എക്സ്പീരിയൻസ് ചെയ്യണം നമ്മുടെ ബാംഗ്ലൂർ ആശ്രമം. വിൽ യു ഓൾ കം ടു മീറ്റ് ഗുരുദേവ് ശ്രീ ശ്രീ രവിശങ്കർജി? ഗീതയൊക്കെ കേട്ടിട്ട് അദ്ദേഹത്തെ കാണാൻ പറ്റും. ഡിസംബറിലെ ആ ഡേയ്സിൽ അദ്ദേഹം ഫ്യൂ തിങ്സ് വിൽ എഫക്ട് അസ്. അത് ആദ്യം തിരിച്ചറിയണം. ഫ്യൂ തിങ്സ്. നമ്പർ 1 എന്താണ്? സ്പേസ് വിൽ എഫക്ട്, വളരെ സ്വാത്വികമായുള്ള ഒരു സ്ഥലം. സെക്കൻഡ്, കമ്പനി നമ്മളെ എഫക്ട് ചെയ്യും. 4 കാര്യങ്ങളാണ് എഫക്ട് ചെയ്യുക. കമ്പനി, നമ്മൾ ആരുടെ കമ്പനിയിലാണ്, എന്ത് പറയില്ല, ചന്ദനം ചാരിയ ചന്ദനം എന്ന് പറഞ്ഞ പോലെ കമ്പനി നമ്മളെ എഫക്ട് ചെയ്യും. മുല്ലപ്പൂമ്പൊടി ഏറ്റുകിടന്ന കരിങ്കല്ല് പോലും ആ വാസന ഉണ്ടാവും. അതിനെ കൊണ്ട് സ്പ്രേ ഒന്നും അടിക്കണ്ട, ജസ്റ്റ് അതിന്റെ ആ സൗരഭ്യം അറിയാൻ വേണ്ടി സാധിക്കും. കമ്പനി ആൻഡ് ഫുഡ്, സ്വാത്വികമായിട്ടുള്ള ആഹാരം. ഇതെല്ലാം കുറച്ച് ദിവസം മതി. സ്വല്പം അഭ്യസ്യ ധർമ്മസി, ഈ ധർമ്മം അസോസിയേറ്റ് ചെയ്ത് വരുന്ന ഈ കാര്യങ്ങൾ കുറച്ചെങ്കിലും മതി. ആൻഡ് ഫൈനലി ടൈം. മേ ബി നിങ്ങൾക്ക് ആഹാരം കിട്ടും സ്വാത്വികമായിട്ടുള്ളതൊക്കെ അല്ലെ, വെജിറ്റേറിയൻ. ആൻഡ് കമ്പനിയും ഇതിനകത്തുള്ള ഭാവം, സത്സംഗമൊക്കെ. ആൻഡ് വേറെ എന്താ ഞാൻ പറഞ്ഞ? ആഹാരം, കമ്പനി. ആൻഡ് ദ ലാസ്റ്റ് വൺ ഈസ് ദ ടൈം. മനസ്സിലാവുന്നുണ്ടോ? ടൈം. ആ ടൈം എപ്പോഴും കിട്ടണമെന്നില്ല. ആ ടൈമാണ് ഡിസംബർ 11. മനസ്സിലായോ? സ്പേസ്, ടൈം, കമ്പനി ആൻഡ് ഫുഡ്, ഇതെല്ലാം നമുക്ക് കിട്ടും. പക്ഷെ ടൈം എപ്പോഴും, ടൈമാണ് ഡിസംബർ 11. അതെന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബാംഗ്ലൂർ ആശ്രമത്തിലെ DSN ആണ്. ഇതെല്ലാം ഒത്തുവന്ന് അനുഭവിക്കുന്ന ആ ഒരു സമയം. ഗോട്ട് ഇറ്റ്? ആ സമയം എപ്പോഴൊന്നും വരില്ല. അത് കിട്ടുമ്പോ അങ്ങ് ഉപയോഗിച്ചേക്കണം.
ഉപയോഗിക്കുമ്പോൾ നിങ്ങളുടെ മുമ്പിൽ അറിയാൻ വേണ്ടി സാധിക്കും ആ ഒരു ദിവ്യരൂപ ദർശനം. ബിക്കോസ് ഹീസ് ദ എംബോഡിമെന്റ് ഓഫ് സത്വ. ആ ഒരു ദർശനമൊക്കെ മതി പിന്നെ ജീവിതവും കർമ്മങ്ങളൊക്കെ അല്ലേ മാറാനും ശ്രേയസ് ഉണ്ടാവാനും. ഒരു കാരണവശാലും അതിനോട് നോന്ന് പറയരുത്. കൊള്ളാമോ? ശ്രദ്ധാത്ര മെഡിറ്റേഷൻ നൗ. സോ ഗുഡ് റൈറ്റ്? ഓൾ ദിസ് ഗുണാസ് ആൻഡ് ഓം ഇത്യേ തത് ആൻഡ് ഓം തത് സത്. വി ആർ ഡൂയിങ് ഇറ്റ് ഫോർ ദ അൾട്ടിമേറ്റ് ഡിവൈൻ. പെർഫെക്റ്റ്. ഇതെല്ലാം ഒരുപാട് കൃപയാണ്, അനുഗ്രഹമാണ് ഇങ്ങനെ ഒരു സേവ ചെയ്യാൻ, സ്വാത്വികമായിട്ടുള്ള ഭാവത്തിനോട് അസോസിയേറ്റ് ചെയ്താൽ കിട്ടിയ ഒരു അവസരം. ഡോണ്ട് യു തിങ്ക് സോ? അൾട്ടിമേറ്റ് ഒരു ജ്ഞാനം പറഞ്ഞു തന്നിട്ടാണ് നിങ്ങളെ ഇതിലൂടെ കണക്ട് ചെയ്യുന്നത്. അപ്പോൾ അത് വെറും ഒരു കേട്ടിട്ട് പോകരുത്. കേട്ടിട്ടില്ലേ കുഴപ്പമില്ലായിരുന്നു. ഇത്രയും ആൾക്കാർ കേട്ടിട്ട് ഡെഫിനറ്റ്ലി യു ഷുഡ് അസോസിയേറ്റ്. ഞാൻ പറഞ്ഞു വരുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പോലും അറിയാണ്ട് ആ ഒരു ഗുരു സഹജ മാർഗത്തിലൂടെ ഇതിലേക്ക് കൊണ്ടുവരുവാണ്. അപ്പൊ ഒരു ഗുരുവിന്റെ കാലത്ത് നമ്മൾ ഉണ്ടെങ്കിൽ, വിശ്വാസം വെച്ചിട്ടുണ്ടെങ്കിൽ, അതാണ് അശ്രദ്ധയാഹുതം ദത്തം തപസ്തപതം കൃതം ചെയ്യും. ശ്രദ്ധയോടെ നീ എന്നെ ഭജനം, ഭാവം, ഭക്തി ഇതൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ നിന്നെ മുക്തമാക്കാണ്ട് എനിക്ക് ഇവിടുന്ന് പോകാൻ സാധിക്കില്ല എന്നാണ് ഭഗവാൻ പറയുന്നത്. ക്ലിയർ? പിന്നെ ആള് ബൗണ്ടഡ് ആയി പോകും. നിന്നെ ഫ്രീ ആക്കാണ്ട് പുള്ളിക്ക് ഇവിടുന്ന് ഫ്രീ ആവാൻ പറ്റില്ല. ഐ എം നോട്ട് ജോക്കിംഗ്. ഓക്കെ, നീ ആ ഭക്തി വിശ്വാസത്തോടെ പൂർണ്ണമായി അദ്ദേഹത്തിൽ ആശ്രിതനായിട്ടുണ്ടെങ്കിൽ നിന്നെ റിവീൽ ചെയ്യാണ്ട് അദ്ദേഹത്തിന് ഇവിടുന്ന് ശരീരം വിടാൻ സാധിക്കില്ല. അതാണ് ബുദ്ധന്റെ ഒക്കെ കാലത്ത് 10,000-ഓളം ആൾക്കാരായിരുന്നു മെഡിറ്റേറ്റ് ചെയ്തപ്പോ ഗോട്ട് എൻലൈറ്റൻമെന്റ്. ഗുരു പറഞ്ഞു റീസെന്റ് ഹിസ്റ്ററിയിൽ അത് ഉണ്ടായിട്ടില്ല, ബട്ട് ഇൻ ദിസ് എറ ഇറ്റ് ഈസ് ഗോയിങ് ടു ഹാപ്പൻ.